ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി കഥയുടെ ഒരു ദിവസമാണ്. ഇന്നത്തെ കഥാകാരിയെ പരിചയപ്പെടുത്താൻ ഉഷ മാമിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്നും കഥയുടെ ദിവസമാണ്. ഇന്നും നമുക്ക് കഥ പറയാനായിട്ട് നമുക്ക് സുപരിചിതയായിട്ടുള്ള നമ്മുടെ പ്രിയ കഥാകാരി ഹസീന തന്നെയാണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കുട്ടിക്കാലം മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. കഥകൾ കേട്ടാണ് നമ്മൾ എല്ലാവരും വളർന്നത്. മുതിർന്നപ്പോൾ നമ്മൾ കഥ പറയാൻ തുടങ്ങി, കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇപ്പോഴും പക്ഷെ നമ്മളെല്ലാവരും കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. മാനസികാരോഗ്യ രംഗത്താണെങ്കിൽ മൂല്യങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. അവയോടുമായിട്ട് ബന്ധപ്പെട്ട കഴിവുകളും ഒക്കെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന ഒരു സൈക്കോ തെറാപ്പി കൂടിയാണ് ഈ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ വൈകാരികമായിട്ടും അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ്, സമ്മർദ്ദങ്ങൾ അങ്ങനെയുള്ളതെല്ലാം കുറയ്ക്കാനായിട്ടും നമുക്ക് നമ്മുടെ ജീവിതം ആരോഗ്യകരമായിട്ട് സന്തോഷപ്രദമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ എല്ലാം ഈ ഒരു സൗഹൃദ കൂട്ടായ്മ അല്ലെങ്കിൽ ഈ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ടൈം നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. എല്ലാവരെയും വളരെയധികം സ്നേഹത്തോടു കൂടി ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിന് ആയിട്ട് അവസരം തന്ന സാബ് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയ കഥാകാരി, കഥകളുടെ കളിത്തോഴി ഹസീനയെ നമുക്ക് വീണ്ടും ഹൃദ്യമായ ഒരു കഥ കേൾക്കാനായിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഹസീന. താങ്ക് യു. താങ്ക് യു ഉഷ മാഡം. ഇന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കഥ പറയാൻ എത്തിയതിലേറെ സന്തോഷം. ഇന്നത്തെ കഥ എന്ന് പറയുമ്പോൾ നമ്മുടെ കളക്ടർ സലീം സാറിന്റെ വൈഫ് ഫാത്തി സലീം, ഞങ്ങളുടെ സ്വന്തം അയൽവക്കക്കാരാണ്. സലീം സാർ എന്ന് പറഞ്ഞ മൂവാറ്റുപുഴയിലെ കളക്ടർ എന്നാണ് അറിയുന്നത്. കളക്ടർ നൂഹിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് സലീം. അദ്ദേഹത്തിന്റെ വൈഫ് ഫാത്തി, ആള് കാസർഗോഡുകാരിയാണ്. അപ്പൊ ആ ഒരു നാട്ടിലെ വിശേഷങ്ങൾ, അവരുടെ തറവാട്ടിലെ വിശേഷങ്ങളൊക്കെ വെച്ചിട്ട് ദച്ചോമയും മാഹിയിലെ പെണ്ണുങ്ങളും എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ആൾ എഴുതിയിട്ടുണ്ട്. അപ്പോ കഴിഞ്ഞ തവണ ഞാനിവിടെ ലൈബ്രറിയിൽ ചെന്ന സമയത്ത് എനിക്ക് ആ ബുക്ക് തരുന്നുണ്ടായി ആള്. അപ്പൊ ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്കെന്തോ അവരുടെ ഭാഷ, അവരുടെ കുറെ സംസ്കാരങ്ങൾ ഒരു പ്രത്യേകത തോന്നി. അപ്പൊ ഇന്ന് നമുക്ക് എല്ലാ ആളുകളുടെയും സംസ്കാരങ്ങൾ നമ്മൾ പരിചയപ്പെടണമല്ലോ. ഇന്നൊരു പ്രത്യേകത, നമുക്ക് ആ ഒരു ദച്ചോമയെ കുറിച്ച്, എന്താണ് ദച്ചോമ, എന്താണ് മാഹിയിലെ പെണ്ണുങ്ങൾ, നമ്മളൊരു പാട്ട് കേട്ടില്ലേ, മാഹിയിലെ പെണ്ണുങ്ങളെ കണ്ടുക അല്ലെ? അങ്ങനെ ഒരു ഇന്നിപ്പോ മറ്റേ മാഡം ഒന്നും ഇല്ലേ, ഷീല ടീച്ചറൊന്നും ഇല്ലേ? ഷീല ടീച്ചർ ഇപ്പൊ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ടീച്ചർ വരൂ. ഇപ്പൊ ടീച്ചർ എന്തോ തിരക്കിലാണ്, ഇപ്പൊ ജോയിൻ ചെയ്തോളൂ. അപ്പോ ദച്ചോമ എന്താണ് ഈ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വലിയൊരു മുഖവുരൊന്നും ഇല്ലാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. ദച്ചോമ എന്ന് പറയുന്നത് ആദ്യത്തെ അധ്യായമാണ് ഈ കഥയിലെ. ഇതൊരു 3-ാം പതിപ്പാണ്. ഇതാണ് ബുക്ക്, ദച്ചോമയും മാഹിയിലെ പെണ്ണുങ്ങളും. ഓക്കെ, കഥയില് ഒരു തറവാട് വീടാണ്. അപ്പൊ ആ തറവാടിന്റെ കോലായിലെ വലതുവശത്തെ തണച്ചുവരുമായി ചേരുന്നിടത്ത് തന്റെ കുഞ്ഞുദേഹം വളഞ്ഞിരിക്കുകയായിരുന്നു ഉമൈബ. ആകൃതിയിൽ മുറിച്ചു വെച്ച പോലെ ഉള്ള അവിടം അവളുടെ പ്രിയപ്പെട്ട ഇടമാണ്. ഉള്ളംകൈ പതിയെ തുറന്ന് അതിലേക്ക് അവൾ നോക്കി നിന്നു. ചുവന്ന നിറത്തിലുള്ള കുപ്പിവളപ്പൊട്ടുകൾ അതിലൊന്ന് എടുത്ത് മുൻനിരയിലെ പല്ലിന്റെ ഇടയിൽ വെച്ച് ഞെരിച്ച് പൊടിയാക്കി വിരലുകൊണ്ട് തോണ്ടിയെടുത്ത് പുറംകൈയിൽ തേച്ചു നോക്കി. തരിതൊരു കണക്ക് ചുവന്ന് മിന്നുന്ന പൊടികൾ. എങ്ങനായിരിക്കും കുപ്പിവള ഉണ്ടാക്കുന്നേ? അതിന്റെ മെഷീൻ പുട്ടുകുറ്റീന്റെ മാതിരി ആയിരിക്കുമോ? ഉമൈബാഗ് കുപ്പിവളകളോട് അന്തമില്ലാത്ത മുഹബത്താണ്. പല നിറങ്ങളിലുള്ള കുപ്പിവളകൾ അവളെ എന്നും ത്രസിപ്പിച്ചിരുന്നു. മനസ്സിൽ വളകൾ കൊണ്ടൊരു കൊട്ടാരം കെട്ടി അവൾ. എന്തൊരു ഹാലിരിക്കണ്, എന്താ മോളു കിനാ കാണണേ? ശബ്ദം കേട്ട് ഉമൈബ തലതിരിച്ചു നോക്കി. ഉജാല മുക്കിയ വെള്ള കോട്ടൺ സാരി
കാണിച്ച് ദച്ചോമ ചിരിച്ചു. തലയിൽ ഓലയും മടലും വെച്ച് കൈയോട് താങ്ങി പിടിച്ചിട്ടുണ്ട്. ഇങ്ങളിടെ ഉണ്ടായിരുന്നോ? കത്തിക്കാണ്ട് വന്നിട്ടെടുത്ത് പാത്തൂട്ടി ചെല്ല്, അയച്ചിട്ട് വന്നതാ. ബയ്യപ്പറത്തൂടെ കേറിയാണ്ട് കുഞ്ഞുമോള് കാണാഞ്ഞേ. ഫാത്തിമ കോട്ടേജ് എന്ന് വെളുത്ത ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ എഴുതിയ കറുത്ത ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും നോക്കി. ഭഗവതി, പിഞ്ഞാണു ഓൾ എന്ന കണ്ണണ്ട, എന്തേലും നൊസ് ഭർത്താനം പറയും. ദച്ചോമ അരയിൽ തൂങ്ങിയാടുന്ന തോർത്തെടുത്ത് ഓലക്കെട്ടിന്റെ അടിയിൽ തിരുകി അറ്റം വലിച്ചിട്ട് മുഖത്തിന്റെ ഒരു വശം മറച്ചു. ഓര് ചോദിച്ചാ വെയില് കൊള്ളാണ്ടിക്കാന്ന് പറഞ്ഞാ മതിട്ടാ. ദച്ചോമ ഉമൈബ വായ് പൊത്തിച്ചിരിച്ചു. ഒന്ന് പോയിനൂടി കുട്ടി, ഓളെ എന്താ ഞമ്മക്ക് പേടിയാറ്റാ. ദച്ചോമ മുഖം മറച്ച് നടത്തത്തിന് വേഗത കൂട്ടി. അറിയാതെ ഉമൈബയുടെ നോട്ടം ദച്ചോമന്റെ കാലുകളിൽ ഉടക്കി. കറുത്തുണങ്ങിയ കാലുകൾ. ആ കാലിൽ ഉമൈബ ചെരുപ്പ് കണ്ടില്ല. മേടിക്കാൻ പൈസ ഇല്ലാത്തോണ്ടല്ല, ശീലമില്ലാത്തോണ്ട്. ഇട്ട് നടക്കാൻ ഏലില്ല പോലും. കാല് വേനെടുക്കൂലേ ഓർക്ക്. പിഞ്ഞാത്തൂന്റെ അടുത്തെത്തിയപ്പോൾ ദച്ചോമ ദേഹം ഒന്നുകൂടെ ഒതുക്കി. കണ്ണു പൂട്ടീന്ന് വെച്ചിട്ട് എനിക്ക് കൂനിരുട്ട്. ഞമ്മക്കെല്ലാം കാണണ്ട ദച്ചോയെ. ഒന്നും മറുപടി പറയാതെ ദച്ചോമ കടന്നു പോയപ്പോൾ ഉമൈബക്ക് വിഷമം തോന്നി. വായ് തുറന്നാൽ ആൾക്കാരെ പരിഹസിക്കുന്ന കാര്യം മാത്രമേ പിഞ്ഞാത്തുന്ന പറയൂ. ക്രീം കളർ സ്കാർഫും കറുപ്പ് പർദ്ദയും അണിഞ്ഞ രൂപം ഉമൈബാന്റെ അടുത്തെത്തി. നല്ലോണം മാത് നോക്കാനായിരിക്കും മൂക്കിലേക്ക് ഇറക്കി വെച്ചീന് പൊന്നിന്റെ നിറത്തിലുള്ള ഫ്രെയിം ഇട്ട കണ്ണട. തന്റെ നേരെ നീണ്ടു വരുന്നുണ്ട്. നോട്ടം കാക്ക നോക്കുന്ന പോലെ. കണ്ണു കൂർപ്പിച്ച് തല ചിരിച്ച് ഉമൈബാക്ക് ബേജാറായി. പറമ്പിലെ കവുങ്ങിൽ കെട്ടിയ ഊഞ്ഞാലിലേക്ക് അവൾ നോക്കി. പോയി ആടിയാലോ? ഇല്ല മോളെ. ഇന്റെ മേത്തെന്താ? രാജൻ സ്റ്റോൾസ് ന്യൂ മാഹി എന്നെഴുതിയ പ്ലാസ്റ്റിക് കവർ പിഞ്ഞാത്തുഞ്ഞ തണയിലേക്ക് വെച്ചു. കുരുവാ, മുതുക്കനാ. അന്റെ ഓള് ഇന്റെ പ്രായല്ലേ. ഓക്കില്ലല്ലോ ഇങ്ങനൊന്നും. ഓക്കില്ലാത്തതിന് ഞാൻ എന്താക്കണോ? ചോദിക്കാൻ വായോളം വന്ന്. പക്ഷെ ഉമൈബ മിണ്ടിയില്ല. ആൾക്കാരോട് നീട്ടി പറഞ്ഞോടുക്കും നാക്കേളക്കീന്. ഇന്റെ മൂത്തുമ്മ ഇല്ലേ അപ്പുറം? ചോദ്യത്തിനിടയിൽ ഉമൈബാനെ പിഞ്ഞാഞ്ഞുത്ത അടിമുടി നോക്കി. അറിയില്ല. ചുണ്ട് കോട്ടി ഉമൈബ എണീറ്റു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തന്നെ വേണ്ട രീതിയിൽ ഗൗനിക്കാതെ നടന്നുപോയ ഉമൈബാനെ കണ്ണടക്കിടയിലൂടെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി രാജൻ സ്റ്റോഴ്സിന്റെ കവറും എടുത്ത് പിഞ്ഞാത്തു നീറായി പാറത്തേക്ക് നടന്നു. ഊഞ്ഞാലാടുമ്പോൾ ഉമൈബ സ്കാർഫ് കൊണ്ട് കണ്ണുകൾ തുടച്ചു. മദ്രസയിലെ ആഘോഷത്തിന് ഇംഗ്ലീഷിൽ പ്രസംഗിച്ചോണ്ടാ ഇതെല്ലാം പറ്റിയേ. കണ്ണുകൊണ്ട്. ഏതോ പഹയത്തിന്റെ ഉമ്മ അങ്ങനെയാ പറഞ്ഞേ. നിറം കുറവാണെങ്കിലും മിനുസമുള്ള മുഖമായിരുന്നു. വലിയ കണ്ണും നീണ്ട മൂക്കും. ഇവിടുത്തെ മക്കളെ കൂട്ടത്തില് നല്ല മുഖം ഉമൈബാന്റെയാ. നല്ല ലക്ഷണമുള്ള മുഖം, നല്ല ഫേസ് കട്ട് എന്ന് തറവാട്ടിലെ പുതിയാപ്പിളാരുടെ കൂട്ടത്തിൽ ഏറ്റവും മൊഞ്ചനായ റഷീദ് വരെ പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ പ്രസംഗം കൊണ്ട് എല്ലാം പോയി. മദ്രസന്റെ മുറ്റത്തുള്ള ആൽമരത്തിന്റെ തൊട്ടടുത്ത് കെട്ടിയ സ്റ്റേജിൽ കയറി ചറപറാന്ന് ഇംഗ്ലീഷ് പറയുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഉമൈബ ഓർത്തില്ല. പ്രസംഗത്തിന്റെ 2 വരി ഉമൈബ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബുഷറ വില്ലയിലെ സുഫൈജ അത് മലയാളത്തിലേക്ക് ആക്കും. പരിപാടി തുടങ്ങി 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും സുഫൈജയ്ക്ക് ബേജാറായി. പറയാൻ കിട്ടുന്നില്ല. അവൾ തപ്പി പറഞ്ഞു നിർത്തിയപ്പോൾ ഉമൈബ സദർ ഉസ്താദിനെ ഓളിക്കണ്ണിട്ട് നോക്കി. പറഞ്ഞോ ഇയ്യ്? പറഞ്ഞോ എന്ന് ഉസ്താദ് ചുണ്ടനക്കി ആംഗ്യം കാണിച്ചു. 10 മിനിറ്റ് നിർത്താതെയുള്ള ഇംഗ്ലീഷ് പ്രസംഗം കേട്ട്
നാട്ടുകാരെല്ലാം കൈയടിച്ചു. അമ്മയും മോനും, പീടികയിലെ രവിയേട്ടൻ, ചായപ്പീടികയിലെ ഗോവിന്ദേട്ടൻ, മൂപ്പരുടെ മോൻ ദാമുവേട്ടൻ, തൂവെള്ള ഷർട്ടും മുണ്ടുടുത്ത് നടക്കുന്ന പീഡേക്കാരൻ സുധേട്ടൻ, അതേ പീഡേന്റെ പങ്ക് കച്ചവടക്കാരനായ കുമ്പ തള്ളി നടക്കണ ബാബുവേട്ടനും, മംഗലെ പെരയിലെ ഹിന്ദി സിനിമയിലെ ഹമ്മ ഹമ്മ പാട്ടിന് നീട്ടിയ മുടിയാട്ടി ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന മാളിയേക്കലെ അഷ്ഫാക്കും, മാഷേ എന്ന് വിളിച്ചാൽ കണ്ണുരുട്ടിക്കൊണ്ട് ഞാൻ എപ്പോഴേന്ന് ഇന്നെ പിടിപ്പിച്ചേ എന്ന് ചോദിക്കണ പീഡേക്കാരൻ മാഷും ചിരിച്ച് കൈയടിച്ചു. അപ്പോഴും മാഷിന്റെ തൊണ്ടയിലെ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഉണ്ട മോളിലും താഴെയുമായി തുള്ളി കണിച്ചെന്ന് കാണും. മാഷെ എന്ന് വിളിക്കുന്നതിന് ഉമൈബാനെ കലമ്പുമ്പോഴും അതെങ്ങനെ തെളിഞ്ഞു നോക്കാറുണ്ട്. ഉമ്മ പറഞ്ഞാണ് ഉമൈബ അറിഞ്ഞത് പ്രസംഗം കേൾക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ കുറെ പെണ്ണുങ്ങൾ ഉണ്ടായിന്ന്. പിഞ്ഞാത്തുത്തയും വന്നിനു പോലും. അങ്ങനെയെങ്കില് വേറെ ആരിന്റെയും കണ്ണേരല്ല, ഓരത് തന്നെ. എന്നിട്ടാ ഇപ്പൊ ഓര് ചോദിക്കണേ, കുരുവാ മുതുക്കനാ ഓരെ തലയ? കൈകൊണ്ട് കണ്ണു തുടച്ചപ്പോൾ കുപ്പിവളയന്റെ തരി കണ്ണിൽ പോയി. അവൾ കണ്ണു പിന്നെയും തിരുമ്മി. കാഴ്ച തെളിഞ്ഞു വന്നപ്പോൾ ഉമൈബ കണ്ടു, മൂത്തുമ്മാന്റെ മോള് ഷാഹിത്ത കോലായിലേക്ക്. ഓക്കെ, ഈ ഒരു കഥയിലെ ആദ്യത്തെ ഒരു ഭാഗമാണ് ദച്ചോമ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 5-10 കഥയോളം ഈ ബുക്കിലുണ്ട്. ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാഹിയിലെ പെണ്ണുങ്ങളെ കുറിച്ചാണ് മൊത്തം കഥ. മാഹിയിലെ ഭാഷ, അവരുടെ സംസ്കാരം, അവരുടെ നാട്ടിലെ എല്ലാ മതസ്ഥരുമായിട്ട് അവർ ഒരുമിച്ച് ചേർന്ന് പോകുന്ന കുറെ എന്താ പറയാ കാഴ്ചകളാണ് നമ്മൾ ഈ ബുക്കിലൂടെ കാണാൻ പറ്റുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മുടെയൊക്കെ വീടുകളുടെ അടുത്ത് ഉത്സവങ്ങളും പള്ളിയിലെ എല്ലാ എന്താ പറയാ ഫംഗ്ഷനും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളെല്ലാവരും യാതൊരു എന്താ പറയണേ മതത്തിന്റെ കെട്ടുപാടുകളൊന്നും ഇല്ലാതെ എല്ലാവരും ഒരേപോലെ കഴിഞ്ഞിരുന്ന ഒരു സംസ്കാരം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെല്ലാ സംസ്കാരങ്ങളുടെയും കൂടെ അല്ലെങ്കിൽ എല്ലാ മതക്കാരുടെയും കൂടെ ജീവിക്കണം എന്നാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഓരോ മനുഷ്യനെയും തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഈ ബുക്കും പറയുന്നത് അത് തന്നെയാ. അപ്പോ ഇതിനകത്ത് പറയുന്ന ഓരോ കഥകളിലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ആ നാട്ടിലെ ഭാഷയെക്കുറിച്ചും ആ നാട്ടിലെ സംസ്കാരത്തെക്കുറിച്ചും ആ നാട്ടില് എല്ലാ മതസ്ഥരും ഒരുമിച്ച് ജീവിച്ചതിനെ കുറിച്ചാണ്. അപ്പൊ ആദ്യത്തെ ഞാനൊരു കഥയിൽ പറഞ്ഞ ദച്ചോമ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെരുപ്പിടാതെ നടക്കുന്ന ആളാണ്. ചെരുപ്പ് എന്താ മേടിക്കാൻ കാശില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ചെരുപ്പ് ഉപയോഗിക്കാറില്ല. അവരാകെ ഉപയോഗിക്കുന്നത് ഒരു വെള്ള വസ്ത്രം മാത്രമാണ്, ഒരു വെള്ള സാരി മാത്രമാണ്. അപ്പോ അങ്ങനെ ഒരു കുഞ്ഞു കഥയാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അപ്പൊ ഞാന് പറഞ്ഞ കഥയിൽ നിന്ന് ചിലപ്പോ ചില ഭാഷയൊന്നും നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല, അത് എങ്ങനെയാണത് പ്രൊണൗൺസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു പുതിയ ഭാഷ പഠിക്കാൻ അല്ലെങ്കിൽ ഒരു പുതിയ സംസ്കാരത്തെ മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് പല കഥകളിലൂടെ കഴിയാറുണ്ട്, പല കഥാകാരന്മാരിലൂടെ കഴിയാറുണ്ട്. അങ്ങനെ ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇന്നുവരെ മാഹി കണ്ടിട്ടില്ല, പക്ഷെ ഈ ബുക്ക് വായിച്ചപ്പോ എനിക്ക് മാഹി പോണമെന്നും അവിടെ കുറെ ആളുകള് ദച്ചോമ, ഷാഹിത്ത, നങ്ങേലെ ദീത്ത, അതേപോലെ സൂറമ്മായി, ഈറ്റിച്ചി, തിത്തീമ, അങ്ങനെ കുറെ കഥാപാത്രങ്ങളൊക്കെ അവിടെ ഉണ്ട്, ജീവിച്ചിട്ടുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ എന്താ പറയണേ, ഇന്നത്തെ എന്റെ ഒരു കുഞ്ഞു കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ നാട്ടിലെ കുറെ വിശേഷങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയും അതേപോലെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. താങ്ക് യു. താങ്ക് യു ഹസീന, താങ്ക് യു. ഹസീന എന്നും ഞങ്ങളെ വിസ്മയിപ്പിക്കാറേ ഉള്ളൂ. ഇതിപ്പോ 3ാമത്തെ തവണയാണ് ഹസീന ഞങ്ങളുടെ ഇപ്പൊ നമ്മുടേതായി ഈ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കഥ പറയുന്നത്. ഓരോ തവണയും ഹസീന ഓരോ കഥകളും ഞങ്ങളുടെ ഹൃദയത്തിലേക്കാണ് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്, ഹൃദയങ്ങളാണ് ഏറ്റുവാങ്ങിയിരുന്നത്. ഇപ്പൊ തീർച്ചയായിട്ടും ഹസീന പറഞ്ഞത് വളരെ ശരിയാണ്. ഓരോ ഭാഷ, സംസ്കാരം, ഓരോ ഇടം എല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാവുന്നത് ഈ ഒരു അക്ഷരങ്ങളിലൂടെയും കഥകളിലൂടെയുമാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ആനിയ ഹസീനയോട് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇനി നമുക്ക് എല്ലാവർക്കും എന്താ പറയാനുള്ളതെന്ന് നോക്കാം. നമുക്ക് ഉലഹന്നൻ സാറിൽ നിന്ന് തുടങ്ങാം അല്ലെ? സർ പ്ലീസ് സർ. മ്യൂട്ടാണ്. പറയുമ്പോ സത്യം പറയാലോ.
ഞമ്മക്ക് ഈ കഥയൊന്നും മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഞാൻ മാഹിപ്പള്ളിയിൽ പെരുന്നാളിന് പോയിട്ടുണ്ട്. കാരണം എൻ്റെ ഒരളിയൻ്റെ വീട് കണ്ണൂര് ഇരിട്ടിയാണ്. അപ്പോൾ അമ്മയും കൂട്ടി അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മയോട് പറയും നമുക്ക് മാഹിപ്പള്ളിയിൽ മാതാവിൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരാം. ഓക്കെ, പോകാം. അപ്പോൾ അവിടെ വരുന്ന ആളുകൾ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, ഡ്രസ് കോഡ് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് മറ്റു മതസ്ഥരും അവിടെയുണ്ട്. അവിടെ അവരുടെ ആചാരത്തേക്കാളേറെ വിശ്വാസത്തിനാണ്. ഈ മാതാവ് കടലിനോട് ചേർന്നാണ്. അപ്പോൾ അമ്മ നമ്മളെ സഹായിക്കും. അവിടെ ഭാഷയും സംസ്കാരവും ഒന്നുമില്ല. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അപ്പുറത്ത് ബ്രാൻഡിക്കടയാണ്. നമുക്ക് ആ സംസ്കാരത്തിലേക്ക് വേണമെങ്കിൽ കയറാം. മാഹി ഞാൻ കേട്ട് പഠിച്ചിട്ടുള്ളത്, ഞാൻ ഉപയോഗിക്കാത്ത മദ്യത്തിൻ്റെ കടകൾ ഓരോ രണ്ടടിയിലും പുതിയ പുതിയ മദ്യക്കടകളാണ്. മാഹിക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 കുപ്പി വാങ്ങി വെച്ചിട്ട് വരിക എന്നുള്ളൊരവസ്ഥയാണ്. അതും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ കുപ്പി സീലോടുകൂടി കൊണ്ടുവരാൻ പറ്റില്ല. അത് പൊട്ടിച്ചൊരു കവിള് ഒഴിക്കുകയോ അല്ലെങ്കിൽ പുറത്ത് കളയുകയോ കഴിക്കുകയോ ചെയ്തിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ പോലീസുകാർ പിടിക്കും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയാണ്. ഈ കഥയിൽ കുഴഞ്ഞു കിടക്കുന്ന ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ നമുക്ക് അത്യാവശ്യമാണ്. മാഹി നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. ഭാഷയുടെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല. വീണ്ടും ഹസീന ആ പേരുകൾ ഒന്നുകൂടി എടുത്തെടുത്ത് പറഞ്ഞപ്പോൾ ഏതാണ്ട് അപ്പോൾ ഒരു 5-6 തവണ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ അന്തരാർത്ഥം നമുക്ക് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, വേ ഓഫ് പ്രസൻറ്റേഷനാണ് ഹസീനയുടെ നേരിൽ കേൾക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാക്കുന്നത്. കഥ നമുക്ക് പിന്നെയും വായിക്കാം, പിന്നെയും മനസ്സിലാക്കാം. ഈ പ്ലാറ്റ്ഫോം ഹസീന സ്വന്തമാക്കി കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവിധ ആശംസകളും നൽകുന്നു. താങ്ക് യു ഹസീന. താങ്ക് യു സർ. ഹസീന, താങ്ക് യു. നമുക്ക് ഹനൻ സാറിന് ഒരു നന്ദി പറയാല്ലേ. എനിക്ക് തോന്നുന്നു എനിക്കും കുറച്ച് കഥകളൊന്നും എനിക്ക് മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞ കാസർഗോഡ് ഭാഷയാണ്. കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ കേൾക്കാറുണ്ട്. എന്തൊക്കെ ഈഞ്ഞി കാഞ്ഞു എന്നൊക്കെ ബസ്സിലൊക്കെ കയറുമ്പോ പറയുന്നത്. അപ്പൊ അത് അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷെ അവരും നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. ഇതിനകത്ത് ഇപ്പൊ ഒരു ഫാത്തിമ കോട്ടേജ് എന്ന് പറയുന്ന ഒരു വീട്ടിലെ ഉമൈബ എന്നുള്ള കുട്ടി ശരിക്കും എനിക്ക് തോന്നുന്നത് ലച്ചോമ എന്നുള്ള അത് വേറൊരു കാസ്റ്റിൽപ്പെട്ടവരായിരിക്കണം. അതായിരിക്കണം. ആ വിറകൊക്കെ തലയിൽ വെച്ചോണ്ട് വന്നപ്പോ ചെരുപ്പിൽ കാലില്ലാതെ അവരെ കാണുകയും പിന്നെ ആ സമയത്ത് ആ കൊച്ചിന്റെ ഒരു വിചാരങ്ങളും തോട്ട്സ് ഒക്കെ എങ്ങനെയാണ് പോകുന്നത്. അപ്പോഴാണ് ആ ഒരു ഫാത്തിമ കോട്ടേജ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ഗേറ്റിന് മുമ്പിൽ വേറെ ഒരാളെ കാണുന്നത്. പിഞ്ഞാത്തു എന്ന് എനിക്ക് മനസ്സിലായത്. അതാണോന്ന് എനിക്കറിയില്ല. പിഞ്ഞാത്തു എന്ന് പറഞ്ഞവര് അത് പറഞ്ഞാല് കണ്ണേറ് കിട്ടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ആ കുട്ടി സ്കൂളില് പിഞ്ഞാത്ത് പറയുന്നത് നമുക്ക് കണ്ണേറ് കിട്ടി, അതായത് ഇംഗ്ലീഷിൽ സംസാരിച്ചത് കണ്ണേറ് കിട്ടിയതാണ് ഉമൈബ വിചാരിച്ചിരിക്കുന്നത്. ഉമൈബ കുട്ടിയാണല്ലോ. അതെ. അപ്പൊ ആ സ്കൂളില് ട്രാൻസ്ലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഒരു കുട്ടി 2 സെന്റൻസ് ഇംഗ്ലീഷ് പറയുമ്പോൾ വേറൊരു കുട്ടി അത് മലയാളത്തിലേക്ക് മാറ്റി. അങ്ങനെ 10 മിനിറ്റ് നേരം ഈ കുട്ടി മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചു. പിന്നെ ഒരു ഉമൈബയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് കുപ്പിവള ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഈ കുട്ടി ആ കുപ്പിവളകൾ കൊണ്ട് അതിന്റെ മനസ്സിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കി. അപ്പൊ അത് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാവും ആ വളപ്പൊട്ടുകൾ എടുത്തിട്ട് കടിച്ചു പൊട്ടിച്ച് അതിന്റെ പൊടി കൈ തണ്ടയിൽ തൂത്ത് ഇങ്ങനെ പുരട്ടി നോക്കിയെന്നാണ് ഹസീന കഥയിലൂടെ നമുക്ക് പറയുന്നത് അല്ലേ. എന്തായാലും ഫാത്തി സലീം എന്ന് പറഞ്ഞ ഈ ഒരു കഥാകാരിയിലൂടെ നമുക്ക് മാഹിയിലേക്ക് പോകാൻ പറ്റി. ഹസീനയുടെ നല്ല രീതിയിലുള്ള അവതരണം നമുക്ക് പുതിയൊരു മേഖലയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. ഇനി നമുക്ക് മാഹിയെയും സ്നേഹിക്കാം. സാറ് പറഞ്ഞതുപോലെ കുപ്പി പൊട്ടിച്ച് പുറത്ത് കളഞ്ഞിട്ട് കൊണ്ടുവരണോ അതോ കുടിച്ചിട്ട് കൊണ്ടുവരണോ എന്നൊക്കെ ഇവിടെ ഇരിക്കണ പലരും ആലോചിക്കും. അതിനും കൂടെ ഉള്ള ഒരു അവസരമായിരുന്നു ഇത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം അല്ലെ. ഇനിയിപ്പോ അനിൽകുമാർ സാറുണ്ട്. പുതിയതായിട്ട് അനിൽകുമാർ സാറുണ്ട്.
പിന്നെ അനിൽകുമാർ സാർ റെഡിയാണോ? വേണുഗോപാൽ സാർ, വേണുഗോപാൽ സാറുണ്ട്. ആ പിന്നെ സുധാകരൻ ജോഷി സാറുണ്ട്, ജോർജ് സാറുണ്ട്. ജോഷ് സാറിനെ വിളിക്കാം കേട്ടോ. ജോഷ് സാർ. ഞാൻ ആദ്യം തന്നെ ഹസീനയെ വീണ്ടും അഭിനന്ദിക്കുന്നു. കാരണം അടുപ്പിച്ച് പല ദിവസങ്ങളിലും ഇതിനായിട്ട് വിളിക്കുമ്പോൾ മടി കൂടാതെ വരുന്നു എന്നുള്ളത് ഏറെ ധന്യം. അതുപോലെ തന്നെ കഥ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വെറൈറ്റി വേണമെന്ന് വിചാരിക്കുന്നതും വളരെ ഏറെ ശ്ലാഘനീയം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതുപോലെ അതുകൊണ്ട് എനിക്ക് ഈ കഥയിലേക്ക് അങ്ങോട്ട് പിടിച്ചു നിർത്താനായിട്ട് പറ്റിയില്ല. രണ്ടാമത്തെ കാര്യം, ഇവരുടെ ഇപ്പൊ പലരിപ്പൊ പറഞ്ഞപ്പോഴാണ് ഉബൈദ എന്നും ഇങ്ങനെയൊക്കെയുള്ള പേരെങ്കിലും തന്നെ നമ്മുടെ മനസ്സിലൊന്ന് ഉടക്കിയത്. അപ്പൊ ഇതിലെ എനിക്ക് ഒരു കാര്യം കഥയിൽ നിന്ന് പിടികിട്ടിയത്, ചില അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും പരമ്പരാഗത ആളുകളിലുണ്ട്. അതിലൊന്നാണ് ഇംഗ്ലീഷ് സംസാരിച്ചാൽ എന്തോ കുഴപ്പമുണ്ട്. അതൊക്കെ ഈ കണ്ണ് കിട്ടുക എന്ന് പറയുമ്പോൾ എന്തോ മോശപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ ഈ വീടൊക്കെ പണിയുമ്പോൾ കോലം ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന പോലെയും പച്ചക്കറി തോട്ടത്തിലും കോലം വെക്കുന്നത് പോലെയുള്ള കണ്ണേറ് കിട്ടാതിരിക്കാനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എന്തോ ഒന്നായിട്ടാണ് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും ഞാൻ ഏതായാലും ഒരിക്കൽ കൂടി ഇങ്ങനത്തെ ഓഡിയോ കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ അതിനെ വിലയിരുത്താം എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഹസീനയ്ക്ക് ഈ പ്ലാറ്റ്ഫോമിനോടുള്ള സ്നേഹത്തിനും ഏറെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരണമൊന്നുമല്ല, എൻ്റെ അഭിപ്രായ പ്രകടനം അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അതെ, രാജു സാറിന് എന്താ പറയുന്നത്? രാജു സാറേ. മാഡം താങ്ക് യു. മൂവാറ്റുപുഴക്കാരി ഹസീന മാഡം എങ്ങനെ ഈ കാസർഗോഡ് അല്ലെങ്കിൽ ഈ മാഹിയുടെ ഭാഷ എങ്ങനെ പഠിച്ചു എന്നുള്ള. കാസർഗോഡ് എന്ന് പറഞ്ഞാൽ സപ്തഭാഷാ സംഗമമാണ്. അവിടെ 7 ഭാഷകളാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തും ഉള്ളതായിട്ടുള്ള ഒരു സ്ത്രീയുടെ പേരെന്താ, അവരാണ് എഴുതിയിരിക്കുന്നത് കഥയല്ലേ? കാസർഗോഡ് വരെയല്ലേ എഴുതിയിരിക്കുന്നത്? ഈ കാസർഗോഡ് അവര് അവിടെ നമ്മുടെ ഈ പറയുന്നതായിട്ടുള്ള മാഹിയിലെ പെണ്ണുങ്ങളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, സ്ത്രീകളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എനിക്കും സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഹസീന മാഡത്തിനെയാണ് അഭിനന്ദിക്കുകയാണ്. കാരണം ഈ ഭാഷയൊക്കെ പഠിച്ചിട്ട് ഇവിടെ അവതരിപ്പിച്ചതിന് പ്രത്യേകമായ നന്ദി. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഭാഷയും അവരുടെ സംസ്കാരവും ഒക്കെ പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതായത് നമ്മൾ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ദൈവമാണ് എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും മേലെ ദൈവത്തിന്റെ കയ്യൊപ്പുണ്ട്. നമുക്കറിയാം, പടച്ചവനല്ലേ പറയാം. പടച്ചവൻ എന്ന് പറഞ്ഞാൽ ദൈവം ഇങ്ങനെ പടച്ചുണ്ടാക്കിയതാ. നിങ്ങൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. പടച്ചുണ്ടാക്കുമ്പോൾ ദൈവത്തിന്റെ ആ കൈവിരൽപ്പാട് എല്ലാവരിലും ഉണ്ട്. അത് ഞാൻ കയ്യൊപ്പെന്ന് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന്റെ കയ്യൊപ്പ് എല്ലാവരുടെ മേലും ഉണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ഹിന്ദുവിനെയും മുസ്ലിമിനെയും അതുപോലെ ക്രിസ്ത്യനെയൊക്കെ മാറ്റി നിർത്താറുണ്ട്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളൊക്കെ വിശ്വാസികളല്ല. അതുപോലെ തന്നെ ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചോളം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വിശ്വാസമില്ലാത്ത ആളാണ്, അവിശ്വാസികളാണ്. അപ്പോൾ അങ്ങനെ പുറമേ ചിന്തിക്കുന്നതെങ്കിലും ശരി, അത് പലപ്പോഴും ഇലക്ഷനൊക്കെ വരുമ്പോഴാണ് അത് ഈ പറയുന്ന വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി, പൊളിറ്റിക്സിന് വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഭാഷകളൊക്കെ പഠിക്കുകയും അവരുടെ സംസ്കാരമൊക്കെ പഠിക്കുകയും തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം എല്ലാവരും ദൈവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പഠിച്ചവൻ ദൈവമാണ്. തീർച്ചയായിട്ടും ആ കയ്യൊപ്പ് എല്ലാവരുടെ മേലും ഉണ്ട്. അത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സംസ്കാരവും അങ്ങനെയുള്ള ഭാഷയൊക്കെ നമ്മൾ പഠിക്കണം. അതിനുവേണ്ടി ശ്രമിച്ചതായിട്ടുള്ള ഹസീന മാഡത്തിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഈ കഥയെക്കുറിച്ചൊന്നും പറയാനില്ല. ഞാൻ എന്നെ അവസാനിപ്പിക്കട്ടെ. ബാക്ക് ടു ഉഷ മാഡം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാറ് വലിയൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സാറേ, ഹസീന എന്റെ കൂടപ്പിറപ്പാണ്, എന്റെ അനിയത്തിയാണ്. അതിനുള്ള എല്ലാ വാത്സല്യവും ഞാൻ അവൾക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരിക്കലും മതങ്ങളുടെ ഒരു വേലിക്കെട്ടുകളെ ഞങ്ങൾക്ക് തോന്നിയിട്ടേ ഇല്ല. അതുപോലെ തന്നെയാണ് ഈ പ്ലാറ്റ്ഫോമും. അതായത് നമ്മൾ ബന്ധങ്ങൾ കൊണ്ടല്ല, അല്ല ജന്മങ്ങൾ കൊണ്ടല്ല ബന്ധുക്കളാവുന്നത്, കൂടപ്പിറപ്പുകളാവുന്നതെന്ന് എനിക്ക് പ്ലാറ്റ്ഫോമിലെ ഓരോ നിമിഷവും എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെയുള്ള ഒരു വലിയ അതിന്റെ ഒരു പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു റിഫ്ലക്ഷനാണ് സാർ ഇപ്പോ ഇവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരേ
ചിന്താഗതിയോടുകൂടി അല്ലെങ്കിൽ നമുക്ക് സാഹോദര്യത്തോടു കൂടി കൊണ്ടുപോകാൻ പറ്റും, ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു വലിയ സന്ദേശം കൂടിയാണ് ഈ പ്ലാറ്റ്ഫോമിലൂടെ നമുക്കിപ്പോ കിട്ടിയത്. നമുക്ക് റോയ് സാറിലേക്ക് പോകാം അല്ലെ? താങ്ക് യു രാജു സാർ, താങ്ക് യു സോ മച്ച്. സാറേ, റോയ് സാറേ, നമുക്ക് മാഹിക്ക് പോയോ? വിവിധ ഭാഷ, സംസ്കാരം, മതവിഭാഗങ്ങളെല്ലാം ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു സ്ഥലമാണ് മാഹി എന്ന് ഈ ഫാത്തി സലിമിൻ്റെ കഥ ഹസീന മാഡം വിശദീകരിച്ചപ്പോൾ മാത്രം മനസ്സിലായി. ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളത് മാഹി വഴി പോകുമ്പോൾ എല്ലാവരും പറഞ്ഞു ലിക്കറ്, പിന്നെ അതുപോലെ വേറൊരു സാധനമുണ്ട്, പെട്രോൾ ഡീസൽ വളരെ വിലക്കുറവാണ്, ഫുൾ ടാങ്ക് അടിച്ചുകൊണ്ട് പോരാ. അവിടെ അധികം സ്ത്രീകളെ ഒന്നും അവിടെ കാണാറില്ല. പെട്രോൾ പമ്പിലൊക്കെ ഭയങ്കര ക്യൂവാണ്, അതുപോലെ തന്നെ മറ്റേ ഷോപ്പുകളിലും. അപ്പോൾ അതാണ് ഈ മാഹിയെക്കുറിച്ച് അറിയാവുന്നത്. അപ്പോൾ ഈ മാഹിയെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് ഈ ഒരു ചെറിയ കഥയിലൂടെ മനസ്സിലായി. കാരണം വ്യത്യസ്തമായ കഥകൾ ആൾക്കാർ എന്ന് തന്നെയല്ല, അവരുടെ പേരുകളും ഈ പറഞ്ഞ പോലെ വെച്ചോമ, ഉമൈവ, അവയൊക്കെ കുഞ്ഞാത്തു, ഇതൊക്കെ കേൾക്കുമ്പോൾ അവിടെ തന്നെയുള്ള ആ കൾച്ചറിൻ്റെ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നുമുണ്ട്. പിന്നെ മാഷ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളുടെ പ്രതികരണം ഞാൻ കണ്ടു. ഇന്ന് ഏത് വിഷയമാണ് ഞാൻ പഠിപ്പിച്ചതെന്ന് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഏതായാലും മാഹിയെക്കുറിച്ചൊരു പുതിയ അറിവ് കിട്ടി. അത് തന്നെയല്ല, ഈ ഭാഷയും ഇതൊന്നും ഒരു വിഷയമല്ല, സന്തോഷത്തോടുകൂടി ജീവിക്കാൻ എന്നും മനസ്സിലായി. പക്ഷേ അവിടെ ഇംഗ്ലീഷ് സംസാരിച്ച ഉമൈബ ഹീറോയായി. കാരണം അത് അങ്ങനെ വലിയ ഇതല്ല അവർക്ക്. എങ്കിലും അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അത് വേറെ കേസ്. ഏതായാലും ഈ കഥ കൊണ്ട് കിട്ടിയ ഒരു ഭാഗം എനിക്ക് മാഹിയെക്കുറിച്ച് ഒരു ചെറിയ പിക്ചർ കിട്ടി. അത് തന്നെ വലിയൊരു കാര്യം. അത് ഭംഗിയായി പ്രസന്റ് ചെയ്ത ഹസീന മാഡത്തിന് അഭിനന്ദനം. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാറ് നല്ല ഒബ്സർവേഷൻ, ഭയങ്കര കറക്റ്റ് ആയിരുന്നു. മാഷേന്ന് ഉള്ള വിളി ഞാനത് വിട്ടുപോയായിരുന്നു. മാഷേന്ന് വിളിച്ചപ്പോ ഏത് വിഷയം പഠിപ്പിച്ചെന്ന് ചോദിച്ചു അല്ലെ? അപ്പൊ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റി. ഷീബ മാം കഥ കേട്ടിരുന്നോ? മ്യൂട്ടാണ്. കഥ കേട്ടില്ല മാം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. ഓക്കെ, നമസ്കാരം. എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടി കേറിയതാ. താങ്ക് യു, ഒരുപാട് സന്തോഷം. ഒന്നും കാണുന്നില്ല. ഉലാൻ സാറിനെയും മറ്റേ രാജു എല്ലാരെയും കാണാൻ വേണ്ടി കേറിയതാ. അതൊരു വേദിയായല്ലേ? യെസ്, തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. മാമിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് കുറച്ചു നേരം ഞങ്ങളോട് നിൽക്കണേ, ഫീഡ്ബാക്ക് കേൾക്കാവേ. രമാവതി മാം. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ഏതായാലും മാമിന്റെ കഥ വീണ്ടും ഒരു വ്യത്യസ്ത രീതിയിലായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആഗ്രഹിച്ചു കാസർഗോഡുകാരി എഴുതിയതുകൊണ്ട് കാസർഗോഡിന്റെ, കാരണം എൻ്റെ സ്വന്തം ജില്ലയായ കാസർഗോഡ്, കാരണം സപ്തഭാഷ സംഗമ ഭൂമിയിലാണ് ഞാൻ. അതിലെന്തെങ്കിലും കഥയായിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു കാസർഗോഡിന്റെ ഭാഷയിലുള്ള കഥയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉലയന്നാൻ സാറും അവരും പറഞ്ഞ പോലെ ഒട്ടും മനസ്സിലാവില്ല. അങ്ങനെയുള്ള ഈ മഞ്ചേശ്വരം ഭാഗത്തെല്ലാം പോയാലുണ്ടല്ലോ, ഒരു വക മലയാളം മനസ്സിലാവില്ല, അങ്ങനെയുള്ള ഭാഷയാണ്. അപ്പൊ എന്തിനായാലും ഈ ഉഷ മാം പറഞ്ഞ പോലെ കേന്ദ്രഭരണ പ്രദേശം ആയതുകൊണ്ട് ടാക്സ് കുറവ് മാത്രമല്ല, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എംപ്ലോയ്മെന്റ് ഒരു ഇൻസ്പെക്ഷന് പോയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഓട്ടോ എടുത്ത കേസിലൊന്നും അറിയാം. അപ്പൊ അവിടെ ബസ്സിനുണ്ടല്ലോ ചെറിയ പൈസയുള്ളൂ. ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പം എല്ലാരും പറഞ്ഞു അവിടെ പൈസ വളരെ കുറവാണ് ബസ്സിനൊക്കെയെന്ന്. അപ്പൊ യാത്ര ചെയ്യുമ്പോ എനിക്കത് മനസ്സിലായത്, പുതിയൊരു സംഭവമായിരുന്നു എനിക്ക് അന്ന് മനസ്സിലായത്. അതുപോലെ ഇതിന്റെ തന്നെ ഒരു പാട്ടൊക്കെ ഉണ്ട്, ഈ എന്താ പറയണ്ടേ, മാഹിയിലെ പെമ്പിള്ളേരെ കണ്ടിക്ക, നീ ചൊക്ലിയിലെ പെമ്പിള്ളേരെ കണ്ടിക്ക, നീ നാദവത്തെ പെമ്പിള്ളേരെ കണ്ടിക്ക, കണ്ടില്ലെങ്കിൽ വാ തലശ്ശേരിക്ക് വാന്ന് പറഞ്ഞിട്ടൊരു പാട്ട് തന്നെ ഉണ്ട്. ഏതായാലും അത് പറയുമ്പോ ഞാൻ കാസർഗോഡിന് ഞാൻ പറഞ്ഞില്ലേ, അവരവരെ പ്രദേശത്തിന്റെ അവരവർ ജീവിച്ച എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പറയാന്ന്. ഞാൻ കാസർഗോഡ് ഒരു 10-13 വയസ്സ് വരെ അവിടെയായിരുന്നു ജീവിച്ചതും പിന്നെ പഠിച്ചതൊക്കെ. 8ാം ക്ലാസ് വരെ, 8ാം ക്ലാസ് വരെ, ഒരു 10-14 വയസ്സ്. അപ്പം
നമ്മളെ ചുറ്റും ഉണ്ടല്ലോ എല്ലാവരും ഉണ്ട്. കാരണം ഈ തുർക്കം, അതായത് തുർക്കി എന്താ പറയണ്ടേ, ഹിന്ദി സംസാരിക്കുന്നവര് ഒരു കൂട്ടര്, തുളു ഭാഷ സംസാരിക്കുന്നവര്, അങ്ങനെ. പക്ഷെ അധികം ഉള്ളത് മുസ്ലിം കുടുംബങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മള് അവരുമായിട്ട് നല്ല എന്താ പറയുക സ്നേഹബന്ധത്തിലായിരുന്നു. ഒരു വിശേഷ ദിവസം വന്നാല് നമ്മളെ ഒറ്റ പാത്രത്തിലിരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെയുള്ള സ്നേഹബന്ധമായിരുന്നു. അത് പറയുമ്പോ ഒന്നും കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, എൻ്റെ അമ്മ എൻ്റെ 2 ബ്രദേഴ്സിനെ പ്രസവിച്ച സമയത്ത് ഒരു ഉമ്മ അവിടെ 2 പ്രാവശ്യം അമ്മ പ്രസവിച്ച സമയത്ത് പ്രസവിച്ചിരുന്നു. പക്ഷെ അവർക്ക് കൊടുക്കാൻ മുലപ്പാലില്ലായിരുന്നു. അപ്പം ആ സമയത്ത് അമ്മ കുട്ടിക്ക് പാൽ കൊടുത്ത ഉടനെ ആ വീട്ടിൽ നിന്ന് വിളിക്കാൻ വരും, മാധവിയ വിളിക്കുന്നുണ്ട്. അപ്പൊ എന്തിനാന്ന് പറഞ്ഞാല് ആ കുട്ടിക്ക് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അങ്ങനെ കൊടുക്കൂല കേട്ടോ പാലൊന്നും. അങ്ങനെ ആ കുട്ടീനെയും കൂടി മുലയൂട്ടി വളർത്തി അവര് പിന്നെ ഉമ്പായിച്ചൻ സെഫിയഞ്ഞ് ആ ബന്ധം നമ്മൾ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അവര് പറയുന്നത് മുലകുടി പിരിച്ചെന്നാണ് നമ്മളെ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞാല്. ആ ബന്ധം ഇപ്പോഴും ഉണ്ട്. അവരെ 2 വർഷം മുന്നേ ഇവിടെ വന്നിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കാറുണ്ട്. ഒരു ദിവസം എൻ്റെ ബ്രദർ എന്നുള്ള നിലയിൽ അവരെ പോയി കണ്ടിരുന്നു. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയുക സ്നേഹബന്ധങ്ങൾ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അത് ഓർമ്മിപ്പിച്ചതിന് ഹസന മാമിന് നല്ല എന്താ പറയണ്ടേ ബിഗ് സല്യൂട്ട് ഉണ്ട് എൻ്റെ വകയായിട്ട്. കാരണം ബന്ധങ്ങളുണ്ടല്ലോ, നമ്മള് മനസ്സിൽ ഊട്ടി ഉറപ്പിച്ച ബന്ധങ്ങൾ ഒരിക്കലും മാറൂല എന്നുള്ളതാണ്. ഇപ്പോഴാണ് ഈ ജാതി മത സ്പർദ്ധ രാഷ്ട്രീയം അങ്ങനെയൊക്കെ ഉള്ളത്. പണ്ട് അങ്ങനെയല്ല. പണ്ട് അവിടെ വെച്ചില്ലേ, ഒരു വീട്ടിൽ വെച്ചില്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുപോയിട്ട് ആ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുമ്പോൾ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുവരും, ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിപ്പിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പോ ഇവിടെ ഒന്നും വെച്ചില്ല, നമ്മള് വൈകുന്നേരം ഫാസ്റ്റ് ഫുഡ് ആണെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് കാറിൽ കയറ്റിയിട്ട് ഫുഡെല്ലാം അടിച്ചിട്ട് വരുന്നതാണ്. അടുത്ത വീട്ടിൽ വെച്ചോ ഇല്ല, ആർക്ക് പോയി. അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ കഥയിൽ പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് കുപ്പിവളയാണ് മെയിൻ. എനിക്കൊന്ന് ആദ്യം തുടക്കത്തിൽ മൈലാഞ്ചിയാന്ന് തോന്നുന്നു. മൈലാഞ്ചി ചുമന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണിച്ചിരുന്നല്ലോ, അത് ചോക്കുന്നുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട്. അത് മൈലാഞ്ചി പ്രധാനമാണ് അവിടെ മാഹിലാണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രാധാന്യം കുപ്പിവളയിലേക്ക് പോയി. കുപ്പിവള അടച്ചു എന്ന് അറിയുന്നില്ലേ. ഞാൻ പലപ്പോഴും പണ്ടൊക്കെ വിചാരിക്കണ്ടേ, എനിക്ക് കുട വാങ്ങിത്തരുമ്പോ ഒരു കുപ്പിക്കാലുള്ള കുടയുണ്ടായിരുന്നു. അതിൽ പൂക്കൾ അങ്ങനത്തെ എന്തെല്ലാം ഡിസൈൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കണ്ട ആ കുപ്പിന്റെ ആ കാല് പൊട്ടിച്ചാല് അതിങ്ങനെ ഫ്ലവറായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നൊക്കെ പേടികൊണ്ട് ഞാനത് പൊട്ടിച്ചില്ല ആ സമയത്ത്. പക്ഷെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒന്ന് പൊട്ടിച്ചു കളയാന്ന്. പക്ഷെ പൊട്ടിച്ചില്ല. ഈ കുട്ടി അത് പൊട്ടിച്ചു. അതിങ്ങനെ കണ്ണിൽ പോയിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായി. പിന്നെ അന്നേരം പിന്നെ പെൺകുട്ടികള് പ്രസംഗിക്കുന്ന പോലും ബുദ്ധിമുട്ടെന്നുള്ള സമയത്ത് ഈ കുട്ടി പോരാത്തതിന് ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ പ്രസംഗിച്ചിട്ടാകുമ്പോ എന്താ ഭാഷ മാറ്റി വെച്ചിട്ട് ഇംഗ്ലീഷിലാണല്ലോ പ്രസംഗിച്ചത്. അപ്പൊ അതിന് വിരോധമായിട്ട് എന്തൊക്കെ ഇതായിട്ട് പറഞ്ഞു, കുട്ടിയോടുള്ള ഇഷ്ടം കുറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഏതായാലും കഥ കൊള്ളാം, നല്ല കഥയാണ്. എനിക്ക് കുറെയെല്ലാം മനസ്സിലായി കഥ. എനിക്ക് പിന്നെ കാസർഗോഡ് ഭാഷ ഇതെല്ലാം അറിയുന്നതുകൊണ്ട് പിന്നെ എല്ലായിടത്തും സഞ്ചരിക്കുന്നതുകൊണ്ട് കുറച്ചെല്ലാം ഭാഷ മനസ്സിലാക്കും. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. മാമിന്റെ ഒത്തിരി ജീവിതാനുഭവങ്ങളും കൂടി ഇതിനകത്ത് കൂട്ടിച്ചേർത്തു. താങ്ക് യു സോ മച്ച്. ജോർജ് സാറേ. താങ്ക് യു ഉഷമ. താങ്ക് യു. സിനിമ ഒരിക്കൽ കൂടെ ആ കഥ പറയാൻ മനസ്സോടുകൂടി കടന്നു വന്നതിന് പ്രത്യേകം അഭിനന്ദനം. നല്ല കഥയായിരുന്നു, പ്രത്യേകം നന്ദി. അനുഗ്രഹീതമായ ശബ്ദവും അതിഗംഭീരമായ അവതരണം, അത് രണ്ടും പറയാതെ പോയി. കഥയും കഥാപാത്രങ്ങളൊക്കെ മറ്റൊന്ന്. ഞാനിപ്പോഴും ഓർക്കുകയായിരുന്നു, 7 മണിയാകുമ്പോൾ വളരെ ചെറുപ്പത്തില് മുതിർന്നവരോട് നമ്മൾ സമീപിക്കുമായിരുന്നു. ഒരു കഥ പറയും. അത് ചേട്ടന്മാരോടും ചേച്ചിമാരോടും, പിന്നെ അപ്പനും അമ്മയും അത്ര കിട്ടൂല, മുത്തച്ഛനോടും മുത്തശ്ശിയോടും ഒക്കെ. അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആ ഒരു അനുഭവത്തിൽ കൂടെയുള്ള മാനസികാവസ്ഥയിൽ കൂടിയാണ് ഇവിടെ ഓരോരുത്തരെയും വന്നിരിക്കുന്നത്. എന്ത് കഥ പറഞ്ഞാലും എങ്ങനെ കഥ പറഞ്ഞാലും കഥ ആസ്വാദനമാണ്. തീർച്ചയായിട്ടും ആ സന്തോഷം ഒന്നുകൂടെ പങ്കുവെച്ചിട്ട് നിർത്തുക. താങ്ക് യു സോ മച്ച്. ഉഷേ, നമ്മുടെ വേണുഗോപാൽ സാർ ഉണ്ട്. താങ്ക് യു സാർ. വേണുഗോപാൽ സാർ. ഓക്കെ. മാഹി കേൾക്കുന്നുണ്ടോ?
ഹലോ വോയിസ് കുറവാണ്. കേൾക്കുന്നുണ്ടോ? പക്ഷെ ഒന്ന് ആ ഇയർഫോൺസ് ഒരു മിനിറ്റ് കേൾക്കാം കേൾക്കാം. എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇയർഫോണിൻ്റെ ആണെന്ന് അറിയില്ല. ഹലോ, ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം സാറേ, കേൾക്കാം. ഈ മാഹി വടകരക്കടുത്തുള്ള സ്ഥലമാണ്. ഇവിടുന്ന് ഒരു 10-13 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ മാഹിക്ക് മാഹിയുടേതായ സ്വദേശിതമായ ഭാഷാ ശൈലിയും പിന്നെ കൾച്ചറും ഉണ്ട്. അത് അതേപടി ഒപ്പിയെടുത്ത ഒരു കഥയാണിത്. പ്രത്യേകിച്ചും ടൗണിൻ്റെ യാതൊരു ഇതുമില്ലാതെ ഗ്രാമീണ ശൈലിയിൽ ശരിയായൊരു ഗ്രാമത്തിൻ്റെ കഥ. അതുകൊണ്ട് തന്നെ അത് കേൾക്കാൻ സുഖമുണ്ട് ആ കഥ. പിന്നെ ഭാഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാഷ ആദ്യം സ്ഥിരമായി കഥ പറഞ്ഞപ്പോൾ എനിക്കും വാസ്തവതൊന്നും മനസ്സിലായില്ല. രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിരുന്നല്ലോ. റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഒരുവിധം പിടികിട്ടിയത്. അപ്പോൾ ഓരോ നാട്ടിൻ്റെ പ്രത്യേകത ഒപ്പിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇത് തന്നെയാണ്, ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരു കഥ രചിക്കുമ്പോൾ ഈ സാഹിത്യ ഭാഷകൾ ചേർത്തുകൊണ്ട് ഒരു വലിയ കഥ രചിക്കുന്നതിൽ അർത്ഥമില്ല. സാധാരണക്കാരൻ്റെ കഥ പറയുമ്പോഴാണ് നമ്മൾ ഒരു നാട്ടിൻ്റെ ശരിയായ ഒരു കൾച്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കഥ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇപ്പം മരിച്ചുപോയി, പിന്നെ അക്ബർ കാപ്പിറ്റൽ. അദ്ദേഹം കഥ എഴുതി. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ സംസാരം സാധാരണക്കാരെ ഭാഷ സംസാരിക്കുന്ന കഥാപാത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഏതായാലും ഇങ്ങനെയൊരു കഥ കേൾക്കാൻ സാധിച്ചതിൽ എനിക്ക് നന്ദിയുണ്ട് അച്ഛനമാമനോട്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാറിന്റെ വീട് മാഹിയുടെ അടുത്താണോ? 10-13 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ അവിടെ പിന്നെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ അവിടെ പോകും. 10 രൂപ 10-15 രൂപ വ്യത്യാസമുണ്ട്. അതെ, ഇനിയിപ്പോ വണ്ടിക്കും ആൾക്കാർക്കും ഒക്കെ പെട്രോൾ അടിക്കാൻ അവിടെ ലാഭം. ഒരിക്കൽ ഒരു 6 മാസം മുന്നെയാണ് ആദ്യമായിട്ട് ഈ മാഹി പോയത്. അപ്പോൾ അതെൻ്റെ ഭാര്യയുടെ വക ഒരു പയ്യൻ അവിടെ നിന്ന് പെണ്ണ് കണ്ട് അതിൻ്റെ ഉറപ്പിക്കലിന് പോയതാണ്. അപ്പോൾ അത് ഈ മയ്യഴിപ്പുഴയുടെ തീരത്ത് വെച്ചുള്ള ഒരു കല്യാണ മണ്ഡപത്തിലായിരുന്നു ഈ ഉറപ്പിക്കൽ. നല്ല അസൽ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ ഈ മാഹി പള്ളി കാണാൻ പോയി. അത് കഴിഞ്ഞ് പള്ളി കണ്ടപ്പോൾ ഈ ഞങ്ങളുടെ വാഹനത്തിൽ വന്നിരുന്നവരെല്ലാം കുപ്പി വാങ്ങാൻ പോയി. അപ്പം ഞാൻ പോയില്ല, എൻ്റെ ഭാര്യ പോയിട്ട് റെഡ് വൈൻ വാങ്ങിയിട്ട് വന്നു. പക്ഷെ ഇപ്പോഴും അത് ഇരിക്കുക, അത് ഉപയോഗിക്കാൻ പറ്റിയവരാരും ഇതുവരെ വന്നിട്ടില്ല. 6 മാസമായി. അത് വില വളരെ കുറവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഈ കഥയെ പറ്റിയിട്ട് പറയാം. എന്തായാലും ദച്ചോമയും മാഹിയിലെ പെണ്ണുങ്ങളും ഇത് എഴുതിയ ഡോക്ടർ സലീം എൻ്റെ ഒരു ഫ്രണ്ടാണ്. അദ്ദേഹം വെറ്ററിനറി ഡോക്ടറാണ്. അദ്ദേഹം ഈ ബംഗാളിലെ സിവിൽ സർവീസിലാണ്. അദ്ദേഹം ഇപ്പോൾ അവിടെ ഈ എനിക്ക് തോന്നുന്നു ചീഫ് സെക്രട്ടറിയുടെ തൊട്ട് താഴെ വരെ എത്തിയിട്ടുണ്ടാവും. അദ്ദേഹം ഒരു കാലത്ത് കോഴിക്കോട് കളക്ടറായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ പഠിച്ച ആളാണ്. നൂഹ് അതേപോലെ അഗ്രികൾച്ചർ MSc പഠിച്ച ആളാണ്. അഗ്രികൾച്ചർ ആണ്. ചേട്ടൻ വെറ്ററിനറി ഡോക്ടർ, അനിയൻ അഗ്രികൾച്ചർ. ഇവർ രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളുമാണ്. അപ്പോൾ ഈ സലീമിൻ്റെ ഭാര്യ ഇങ്ങനൊരു കഥ എഴുതിയ അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്തായാലും ഈ വിവരം അറിയിക്കാം. നമ്മുടെ ചർച്ചയും കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയിക്കാം. അദ്ദേഹം ഏറ്റവും നല്ല IAS ഓഫീസറുടെ ഈ പുരസ്കാരങ്ങളൊക്കെ നേടിയ ആളും ഒക്കെയാണ്. അപ്പോൾ നൂഹു അതേപോലെ ഒറ്റപ്പാലം സബ് കളക്ടറായിട്ടാണ് ഈ സർവീസിൽ കയറിയത്. അപ്പോൾ ഇവിടെ നല്ല ഇമ്പ്രഷൻ ഉണ്ടാക്കി. നമ്മുടെ മണ്ണാർക്കാട് ടൗണൊക്കെ വളരെ മോടി പിടിപ്പിക്കാനും ഒക്കെ ആയിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി കഥയെപ്പറ്റി പറയാം. ഈ കഥയുടെ പേര് ദച്ചോമയും മാഹിയിലെ പെണ്ണുങ്ങളും ആണെങ്കിലും ഈ കഥയും ചർച്ചയും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് ഹസീനയും ദച്ചോമയും ഉബൈദയും പിന്നെ ഞങ്ങളും എന്ന് പറയാവുന്ന രീതിയിൽ ഈ കഥ അങ്ങോട്ട് മാറി. എല്ലാവരും മാഹി പുരാണങ്ങൾ അങ്ങനെ പറഞ്ഞും അയവിറക്കിയും ഈ പിന്നെ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഈ ഞങ്ങളെല്ലാം മദ്യവിരുദ്ധരാണ് എന്ന് ഭയങ്കര അഭിനയം ഇവിടെ നടത്തുന്നുണ്ട് കുറേ പേര്. കാരണം ഈ ഇത്തിരി മദ്യപിച്ചാലും അത് കുടിയാന്നൊക്കെ വിളിക്കുന്ന ആർക്കും ഇഷ്ടമല്ല. അപ്പൊ അതേപോലെ ഞങ്ങളിതൊന്നും പെട്ടവരല്ലേ എന്ന് എല്ലാവരും പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ എന്തായാലും ഇത് ഇങ്ങനെയൊക്കെയുള്ളവരുള്ളതുകൊണ്ടാണ് കേരളത്തിൽ ഞങ്ങളൊക്കെ പെൻഷൻ വാങ്ങുന്നതും ശമ്പളം വാങ്ങുന്നതും ഒക്കെ. അപ്പോൾ കാരണം ഈ നികുതിയൊക്കെ അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് തരുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പം ഇതിൽ ഭാഷയുടെ ഈ ഖസാക്കിൻ്റെ ഇതിഹാസം വന്നപ്പോൾ പാലക്കാടൻ മലയാളം വായിച്ചവർക്കൊന്നും കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും 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 വായിച്ചെടുക്കുകയായിരുന്നു ഇത്. അതുപോലെ MTയുടെ വള്ളുവനാടൻ ഭാഷയൊക്കെ അതങ്ങോട്ട് തിരുവനന്തപുരത്തെ പെണ്ണുങ്ങളൊക്കെ ഇപ്പം അത് പറഞ്ഞു തുടങ്ങി. ഈ വള്ളുവനാടൻ ഭാഷയെ കൊഞ്ചുന്നതും പ്രണയിക്കുന്നതും ഒക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന്. പക്ഷെ ഇത് ഈ നമ്മുടെ ഈ ഭാഷ
മാഹിയിലെ ഭാഷ ഒരു ശരിക്കും എവറസ്റ്റ് ആണ്. അത് കയറി മറിയണേ വലിയ പാടാ. പല പ്രാവശ്യം വായിച്ചാലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഊറുന്ന അർത്ഥമൊക്കെ നമുക്ക് ഇല്ലേ. മാമ്പഴം കടിച്ച് നമ്മൾ നുണഞ്ഞ് തിന്നില്ലേ എന്ന് പറഞ്ഞാൽ അത് ആദ്യം ഞെക്കി പഴുപ്പിച്ച് അതിങ്ങനെ ജ്യൂസ് ആക്കിയിട്ട് വേണം എന്ന് പറഞ്ഞില്ല. ഈ കഥ 2-3 പ്രാവശ്യമൊക്കെ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. പക്ഷെ എനിക്കൊരു കമന്റ് കാര്യത്തിലുള്ളത്, ഈ ഉഷ മാഡം ഈ വീടുകൾക്ക് ഈ പടിപ്പുര പണിഞ്ഞു കൊടുക്കാൻ വലിയ മിടുക്കിയ. നല്ല മനോഹരമായ ഒരു അവതരണം ആദ്യം അങ്ങോട്ട് പറയും, നല്ല ഭാഷയിൽ നല്ല ചിരിയോടുകൂടി ഈ കഥ ഒരു മഹാസംഭവം വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും കാത്തിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൈലറ്റ് വാഹനമായിട്ട് മാഡം ഒരു അരക്കഥ അങ്ങ് പറയും. അത് കഴിഞ്ഞതിന് ശേഷം പ്രിയ സ്നേഹിത ഹസീന മാഡത്തിനെ വിളിക്കും. ഹസീന മാഡം വന്ന് നല്ല ചതുരവടിയിലുള്ള മലയാളത്തിൽ കഥയും പറയും. അപ്പൊ എന്തായാലും ഇത് കാലത്തെ ചർച്ചയൊക്കെ വളരെ വളരെ രസകരമായിട്ട് പോകുന്നു. അപ്പൊ ഈ ഞാനും ഇത്തിരി മോഹഭംഗം എനിക്ക് ഉണ്ടായത്, ഈ ഞാൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പോലെ ഇതിങ്ങനെ ഒഴുകാൻ തുടങ്ങുകയാണ് എന്നൊക്കെ വിചാരിച്ചു. കൊറമ്പിയമ്മയെ പോലെ ആളുകൾ വരാൻ പോകുന്നു. അതേപോലെ ഈ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ ഈ ഒരു ഈ ആകാശം പോലെ നടക്കുന്ന ഒരു മൈമുനയുണ്ട്. അപ്പൊ ഈ മൈമുനയും അങ്ങനെയുള്ളവരും ഒക്കെ ഇപ്പൊ ഖസാക്കിൽ നിന്ന് വന്നതുപോലെ ഈ ഇവിടെ അങ്ങോട്ട് ഇറങ്ങി വരും എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഉണങ്ങിയ കാലും കറുത്ത് ചെരുപ്പിടാത്ത ഉണങ്ങിയ കാലം എന്നാണ് പറഞ്ഞത് അല്ലേ. അത് ശുഷ്കമായ കാലുകളും ഒക്കെ ആയിട്ട് വന്ന പാവം വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് സഹോദരിമാരും ഒക്കെയാണ് വന്നത്. പക്ഷെ എന്നാലും പുതുമയുള്ളൊരു കഥ രസമായിട്ടൊക്കെ മുഴുവൻ വാക്കുകളും മനസ്സിലായില്ല. അതുപോലെ പേരുകളുടെ പ്രൊനൗൺസിയേഷൻ പോലും നമുക്കറിയാലോ. ഉമൈബയാണോ ഉബൈദയാണോ? ഉമൈബയാണ് അല്ലേ? ഉമൈബ. ഉമൈബ ശരിക്കും സലീമിന്റെ ചെറുപ്പകാലമായിട്ടാണ് നമുക്ക് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവുന്നത്. ഫാത്തി സലീം തന്നെയായിരിക്കും മിക്കവാറും ഈ ഉമൈബ എന്ന് പറയുന്ന ക്യാരക്ടർ. അതെ അതെ, അങ്ങനെ ആവാനാണ് സാധ്യത. അപ്പൊ ഈ നാട്ടുഭാഷ നാടൻ ഭാഷയൊക്കെ ഇപ്പൊ അത് ധൈര്യമായിട്ട് ഇങ്ങനെ എഴുതി അത് വെച്ചത്. കാരണം എല്ലാവരും അങ്ങ് ചതുരവടിവാക്കും മലയാളമേ. അത് നമ്മൾ സംഭാഷണ ഭാഷ അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് പഴയ ഷീലയും നസീറും തമ്മിലുള്ള പ്രണയത്തിലൊക്കെ ഈ ഉപയോഗിക്കുന്ന ചതുരവടിവും മലയാളം ഇല്ലേ, അതൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് വളരെ ഗ്രാമ്യ ഭാഷയിലൊക്കെ സംസാരിപ്പിച്ച് നല്ല രസമായിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ കഥയുടെ എന്തായാലും ഞാൻ ഈ പുസ്തകം കരസ്ഥമാക്കും. ഇതിന്റെ ബാക്കി വായിക്കാൻ കൊതിപ്പിച്ചു ഇതില്. കാരണം ചില ഈ പുസ്തകങ്ങൾ നമ്മളെ ആ നാട് സന്ദർശിക്കാനായിട്ട് പ്രേരിപ്പിക്കും. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് അത് കണ്ടേ മതിയാവും എന്നുള്ള ഒരു കൊതി വന്നില്ലേ. അതേപോലെ ആരാച്ചാര് വായിച്ചപ്പോൾ കൽക്കട്ടയൊക്കെ കാണാൻ ഭയങ്കര കൊതി വന്നതുപോലെ ഇതും നമ്മളെ വല്ലാതെ പ്രേരിപ്പിക്കും. പക്ഷെ സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പുഴയും ഈ മറ്റേ ഫിഷിംഗ് ബോട്ട് ഒക്കെ കടന്നു പോകലും ഒക്കെ ആയിട്ട് നല്ല ഭക്ഷണമാണ് അവിടെ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വളരെ നോൺ വെജിറ്റേറിയൻ്റെ ക്ലാസിക് ഭക്ഷണമാണ്. ബിരിയാണിയൊക്കെ എന്ന് പറഞ്ഞാൽ തലശ്ശേരി ബിരിയാണി തോറ്റു പോകുന്ന ബിരിയാണി അവിടെ കിട്ടി. നല്ല എന്തായാലും പുതുമയുള്ളൊരു കഥ. ഇത് അവതരിപ്പിക്കാൻ ധൈര്യപ്പെട്ട സിനിമാടത്തിന് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇതങ്ങോട്ട് ഈ മറ്റുള്ളവരെ കൊണ്ട് ദഹിപ്പിച്ചെടുക്കാനും രുചിപ്പിച്ചെടുക്കാനും ഇത്തിരി പ്രയാസമായിരുന്നു. അത് വായനയുടെ ഭംഗി കൊണ്ടാണ് ഇത് ക്യാച്ച് ചെയ്തത് എല്ലാവരും കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചു രമാവതി മാഡം സാധാരണ ഒരു കഥ കിട്ടിയാൽ അത് ഇഴ കീറിയെടുത്ത് വെച്ച് ഇങ്ങനെ ചർച്ച ചെയ്യായിരുന്നു. പക്ഷെ പുള്ളിക്കാരിയും ഭയങ്കരമായിട്ട് രസിച്ചു. ജനിച്ചു വളർന്ന നാട്ടിലെ അമ്മയുടെ ഈ അമ്മിഞ്ഞപ്പാല് സപ്ലൈയും ഒക്കെ കേട്ടിട്ട് നമുക്ക് ഭയങ്കര രസമായിട്ട്. നസീറിന് ഒരുപാട് സ്ത്രീകള് ഇങ്ങനെ പാല് കുടിപ്പിച്ചുകൊണ്ടാണ് പ്രേം നസീറിന് ഭയങ്കര ഭംഗി വന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ രമാവതി മാഡത്തിന്റെ അമ്മ പകർന്നു കൊടുത്ത ആ സ്തനപാനം കൊണ്ട് അവിടുത്തെ ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഭംഗി വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇന്നത്തെ സായാഹ്നം ഭയങ്കര രസമായി കേട്ടോ. ഭയങ്കര രസകരമായ നമ്മുടെ ഒരു കുടുംബ സദസ്സിൽ എല്ലാവരും ഇരുന്ന് വർത്താനം പറയുന്ന പോലെ ഞാൻ എൻ്റെ ശ്രീമതി അടുത്തിരുന്ന് ഇത് മുഴുവൻ കേട്ട് ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ രസിക്കുകയായിരുന്നു. താങ്ക് യു. ഇങ്ങനത്തെ കഥ സെലക്ട് ചെയ്തതിൽ അത് മനോഹരമായി അവതരിപ്പിച്ചു. വിഷമയുടെ ഇതേപോലെയുള്ള ഈ മുത്തുകളെയൊക്കെ കണ്ടെടുത്ത് കൊണ്ടുവരണം കേട്ടോ. നമുക്ക് ഈ എന്താ പറയാ, ഈ ഭയങ്കര സാഹിത്യ ഗാംഭീര്യങ്ങൾ കേൾക്കുന്നതിനേക്കാൾ എത്ര രസമല്ലേ ഈ കിഞ്ചന വർത്താനങ്ങളൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞാല്. അപ്പൊ എന്തായാലും താങ്ക് യു. താങ്ക് യു സാർ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ മദ്യവിരോധികളാണേലും ഞങ്ങൾ ചിലർക്കൊക്കെ ഈ റെഡ് വൈനൊക്കെ വലിയ കാര്യമാണ്. സാറിഞ്ഞ അടുത്ത ക്ലാസ് വരുമ്പോ കുപ്പിയായിട്ട് വന്നാൽ മതി. ഒന്നുമില്ലെങ്കിൽ സാറേ
ആ ടേബിളിന്റെ പുറത്തെങ്കിലും അതെടുത്ത് വെക്കണേ അടുത്ത കഥ പറയുമ്പോഴത്തേക്കും ഒന്ന് കാണാൻ. സാറേ അങ്ങോട്ട് വിളിച്ചാലും മതി എന്ന് പറയാം സാറേ. ഇത് അതൊന്നും അങ്ങോട്ട് ചെയ്യാതെ ടീച്ചറെ. അത് ഞങ്ങള് തീർത്തു തരും. അല്ല, കുപ്പി എങ്ങനെ കാണാലോ, കുപ്പി അല്ല എങ്ങനെ അതില് കാണാലോ. അതിലൊരു ഉഷമ, അതിലൊരു ചരിത്രമുണ്ട്. എൻ്റെ അച്ഛൻ വലിയ ഗാന്ധിയനും ഫ്രീഡം ഫൈറ്ററും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ആൺമക്കളൊക്കെ ഈ പഠിക്കാൻ പോകുമ്പോഴും ഒക്കെ ഒരു പ്രതിജ്ഞ എടുപ്പിച്ചിട്ടാണ് അച്ഛൻ വിടുന്നത്. അച്ഛൻ കതറേ ധരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഭയങ്കര പ്രിൻസിപ്പലായിട്ട് ജീവിച്ചതിന്റെ ഒരുപാട് ശ്വാസം മുട്ടലൊക്കെ അനുഭവിച്ചതാണ്. ഞങ്ങളൊക്കെ ഈ വീട് വിട്ട് ഹോസ്റ്റലിലേക്കൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഒരു പ്രതിജ്ഞ എടുപ്പിക്കും. 2 കാര്യം അതിൽ: ചീട്ട് കളിക്കാനും പാടില്ല, മദ്യപിക്കാനും പാടില്ല എന്ന്. പക്ഷെ അത് ഞങ്ങൾ ഈ 5 ആൺമക്കളും അത് പാലിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വരുമ്പോൾ ഉള്ളിലിരുന്നൊരു ശക്തി നോ എന്ന് എപ്പോഴും പറയും. ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോഴും ഒക്കെ ഈ എയർ ഹോസ്റ്റസ്മാർ കൊണ്ടുവന്ന് നല്ല റെഡ് വൈനും അതും ഇതും ഒക്കെ ഫ്രീ ആയിട്ടൊക്കെ തരുമ്പോഴും ഒക്കെ ഉള്ളു കൊതിച്ചാൽ പോലും ഈ അച്ഛൻ ഉള്ളിലിരുന്ന് പറയും നോ, നമുക്ക് പറ്റിയതല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ റെഡ് വൈൻ ഇവിടെ ഞങ്ങളുടെ ഡൈനിങ് ടേബിളിന്റെ മൂലയ്ക്ക് ഇരിക്കുന്നത് കേട്ടോ. ആരെങ്കിലും വരും, അത് ആസ്വദിക്കുന്നതിന് വരും. തീർച്ചയായിട്ടും അതിന് സാറ് വലിയൊരു സാറ് അഭിനന്ദനങ്ങൾ. പറയുന്ന പോലെ സാറിപ്പോ പറഞ്ഞില്ലേ പ്രതിജ്ഞ എടുപ്പിക്കും. നമ്മളെ വീട്ടിലും അങ്ങനെ മദ്യപാനം പിന്നെ സിഗരറ്റ് വലിയ പുകവലിയൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ ചെറുപ്പത്തില് മോനോട് പറയും, മോനെ പിന്നെ എപ്പോഴും മദ്യപാനൊന്നും പറ്റില്ല, നമ്മളെ ഈ തറവാട്ടിലെ ഇവരല്ലേ നമ്മളെ എന്തെല്ലാം പറഞ്ഞ് പേടിപ്പിക്കും സാറേ. അപ്പൊ ഈയിടെ മോന്റെ ഫ്രണ്ട് വന്നിട്ട് ആ മോൻ പറയുന്നത്, പിന്നെ ജിജോ ഞാനിങ്ങനെ കോളേജിൽ പോയിട്ടാകുമ്പോ എല്ലാവരും പുക വലിക്കുന്നു, പക്ഷെ ഞാൻ പുക വലിച്ചിട്ടേ ഇല്ല, ഒരു ഇതുപോലും വലിച്ചിട്ടില്ല. കാരണം ഞാൻ NCL ഉണ്ടാകുമ്പോ ഒരു സാറ് ക്ലാസ് എടുക്കാൻ വന്നത്, ഡാഡിന്റെ ഒരു ശിഷ്യനാണ്. അയാള് പറഞ്ഞു, മക്കളെ ഒരു തരത്തിലും പുകവലിക്കാൻ പാടില്ല, നിങ്ങൾ അങ്ങനെ വലിച്ചാൽ നിങ്ങളുടെ ജീവിതം പോയി എന്ന് പറഞ്ഞിരുന്നു. അത് നമുക്ക് നല്ലൊരു പാഠായിരുന്നു. താങ്ക് യു സാർ ഓർമ്മപ്പെടുത്തിയതിന്. തീർച്ചയായിട്ടും. ശ്രീകുമാരി മാം, സരസ്വതി മാം, പിന്നെ സലിജ പോയി. താങ്ക് യു. ശ്രീകുമാരി എനിക്ക് മാം. അല്പം തിരക്കായിരുന്നോണ്ടാണ് ഞാൻ പറയാൻ നേരത്തെ പറഞ്ഞത്. സോറി. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. തുടർച്ചയായി 3-ാം തവണയും നമ്മുടെ ഹസീന മാം നല്ലൊരു കഥയുമായി വന്നിരിക്കുകയാണ്. തികച്ചും പുതുമ ഉൾക്കൊണ്ട ഒരു കഥയായിരുന്നു ഇത്. ഏവർക്കും രസകരമായുള്ള കഥ. അല്പം മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. പരീക്ഷ കുറച്ച് കട്ടിയായിരുന്നു, എങ്കിലും രസമുണ്ട്. പുതിയ കാര്യങ്ങൾ, പുതുമയിലാണല്ലോ നാം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും. മാഹിയെ പറ്റിയും പുതിയ ഭാഷയെ പറ്റിയും പുതിയ പേര്, എനിക്കും അത് ആദ്യമായിട്ടാണ്. മുബൈദായ, ശരിക്കും ഓർമ്മിക്കാൻ പറ്റുന്നില്ല. വളരെ മനോഹരമായിട്ടുള്ള അവതരണമാണ് ടീച്ചറുടെ. പ്രത്യേകത, ആർക്കും കേട്ടിരിക്കാനുള്ള ഒരു സുഖം, വളരെ നല്ല രീതിയിലുള്ള അവതരണം. ഇനിയും ഇങ്ങനെയുള്ള കഥയുമായി വരട്ടെ. താങ്ക് യു. നല്ല ഈ പ്ലാറ്റ്ഫോമിനെ മനോഹരമാക്കി തീർത്തു. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം വിളമ്പിത്തന്ന ഹസീന ടീച്ചർ. കുപ്പിവളയുണ്ട് കുട്ടാരമുണ്ടാക്കി, അതാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ച വാക്ക്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2 വാക്കെങ്കിലും പറയണമെന്ന് ഉദ്ദേശിച്ചത്. എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഒരു നിമിഷം ഞാൻ കടന്നുപോയി. നമ്മുടെ എൻ്റെ നാട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് പൊട്ടിയ കുപ്പിവളകൾ കൊണ്ട് മാലയുണ്ടാക്കും. അതെങ്ങനെയാണെന്നറിയാം, ചൂടാക്കി അത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അത് ആ കുട്ടിക്കാലത്തേക്കാണ് എൻ്റെ മനസ്സ് കടന്നുപോയത്. കുറേ കാര്യങ്ങൾ എനിക്ക് ഓർമ്മിക്കാൻ സാധിച്ചു. പച്ച കുപ്പിവള ഇങ്ങനെ അടുക്കി മാലകളാക്കി കോർത്തിണക്കി കളിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ വള ഇങ്ങനെ നാട്ടിൽ, എൻ്റെ തമിഴ്നാടാണ് എൻ്റെ നാട്. അവിടെ ഈ വള വീട്ടിൽ കൊണ്ടുവരും. കുപ്പിവള ഇങ്ങനെ അടുക്കി ഇട്ട് തരുന്നതും കൈ മുറിഞ്ഞ് ചോര പൊടിയുന്നതും, എങ്കിലും കുഴപ്പമില്ല, വള ഇങ്ങനെ നിറച്ചിടണം. അതിനെപ്പറ്റി എല്ലാം ഉള്ള ഒരു മധുര സ്മരണകൾ അയവിറക്കാനുള്ള ഒരു സന്ദർഭമാണ് ടീച്ചർ ഉണ്ടാക്കി തന്നത്. താങ്ക് യു. ഇതുപോലെ കഥകളുമായി വരിക. നന്ദി, നമസ്കാരം. താങ്ക് യു ടീച്ചർ. താങ്ക് യു ഹസീന ടീച്ചർ. താങ്ക് യു മാം. ഷീൽ ടീച്ചർ, ഇറ്റ്സ് ടൈം ഫോർ യു. ഓവർ ടു യു. ഹസീന അതുപോലെ ഇതിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഹസീന ഈ 3 ആഴ്ചയിലും കൊണ്ടുവന്ന കഥകൾ ഓരോന്നും നമുക്ക് പരിചയമില്ലാത്ത വഴികളിലൂടെ ഞങ്ങളെ പിടിച്ചു നടത്തുകയായിരുന്നു കേട്ടോ. അത് പിന്നെ കാരണം മാഹി എന്താണെന്നും ഒക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ ഈ ഡ്രിങ്ക്സിന്റെ സ്ഥലമാണ്, അവിടെ ലാഭകരമായിട്ട് അത് കിട്ടും എന്നുള്ളതറിയാം. പിന്നെ എനിക്ക് തോന്നുന്നു
മാഹി ഈ അടുത്ത കാലം വരെയും എനിക്ക് ഡച്ചുകാരുടെ ആസ്ഥാനമായിരുന്നു എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ അത് ഈ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ അത് ഇന്ത്യക്ക് ആയിട്ട് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ പാശ്ചാത്യ സംസ്കാരം ഒത്തിരി അവിടെ അത് തന്നെയാണ് ഇവിടെ എല്ലാവരും പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്. പക്ഷെ ലാംഗ്വേജ് ഇത്ര കണ്ട് പിന്നെ വ്യത്യാസമുള്ളതാണെന്ന് അറിയത്തില്ലായിരുന്നു. കഥ തന്നെയാണെങ്കിലും ഞാൻ ശരിക്ക് കേട്ട് വന്നില്ല. ഇവരൊക്കെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി ഇവിടെ വലിയ വലിയ മഹാന്മാരാണ് നമ്മുടെ ഈ വേദിയിൽ ഇരിക്കുന്നത്. കാണുമ്പോൾ അവരൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളിൽ ഒരാളാണെന്ന്. പക്ഷെ ഇവരൊക്കെ വലിയ വലിയ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ അവരൊക്കെ ഇത് മനസ്സിലായില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആ കഥയ്ക്ക് പിന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് ഈ ലാംഗ്വേജ് ഉപയോഗിച്ചത് ആ കഥയെ ചെറിയ കഥയായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ആ കഥയ്ക്ക് ഒരു വലിയൊരു നോവലിന്റെ പരിവേഷമാണ് കൊടുത്തതെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. കാരണം ഒത്തിരി കാര്യങ്ങളാണ് ആ ഒരു ചെറിയ കഥയിൽ നിന്ന് ഓരോരുത്തരും അവരവരുടേതായ അനുഭവങ്ങൾ പറഞ്ഞ് ഇവിടെ പങ്കുവച്ചത്. അതില് ഉമൈബ എന്ന് പറയുന്ന ഒരു താരത്തെക്കുറിച്ച് പറഞ്ഞു, ഒരു കഥാപാത്രം. അത് ഫാത്തിമ സലിം തന്നെയാണെന്ന് പറയുന്നു. പിന്നെ വേറൊരു കാര്യം പിന്നെ സുധോനൻ സാറ് പറഞ്ഞതിൽ നിന്ന് ഒരു IAS ഓഫീസറിന്റെ വൈഫാണെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പം അതും ഒരു സന്തോഷം. പിന്നെ ലച്ചോമ്മ അല്ലേ, ലച്ചോമ്മ എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്തെ കുട്ടിയായിരുന്നു. അത് അങ്ങനെ പറയുന്നുണ്ട് ഇതില് പറഞ്ഞവര്. ആണോ ഹസീന? ദിച്ചോമ അവരുടെ വീട്ടിൽ വരുന്ന ജോലിക്ക് വരുന്ന ഒരമ്മയാണ്. അത് വെള്ള വസ്ത്രം ധരിച്ച് ചെരുപ്പിടാതെ വരുന്ന ഒരമ്മയാണ്. അതിനെയാണ് ദച്ചോമ എന്ന് വിളിക്കുന്നത്. അവരിലെ സൗന്ദര്യം സുധോരൻ സാർ പറഞ്ഞു കേട്ടു. സൗന്ദര്യം, അവരിലെ സൗന്ദര്യം കാണാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ പീഞ്ഞാത്തു പിന്നെ കണ്ണേറ് അവരിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇവരിൽ നിന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായത്. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ മാഹി ഒരു വേറൊരു സംസ്കാരമാണെങ്കിൽ കൂടി നമ്മുടെ സംസ്കാരങ്ങളുമായിട്ട് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളിലും ഉള്ളത്. അതുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അവിടെ അതിനടുത്ത് 13 കിലോമീറ്റർ മാത്രം അകലമുള്ള ഒരാളുണ്ട്. അവിടെ തന്നെ ജനിച്ചു വളർന്ന രമാവതി മാമുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും പരിചയമുള്ള അവരവരുടെ സ്ഥലങ്ങള് കൂടുതൽ പറയുന്നതിനും ഒക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ മതവിഭാഗങ്ങളുടെ സംഗമ സ്ഥാനം എന്ന് പറയുന്നു, സപ്തഭാഷയുടെ സംഗമം എന്ന് പറയുന്നു. അപ്പം മാഹി എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ സ്റ്റേറ്റ് ആണ്. പക്ഷേ എങ്കിൽ കൂടി ഇത്രയും കാര്യങ്ങൾ, ഇത്രയും വിഭിന്നത അല്ലെ അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലവും കൂടെ ആണെന്നുള്ളത് ഇവരുടെയൊക്കെ കമന്റിൽ നിന്ന് അറിയാൻ പറ്റി. എന്തായാലും മാഹിയിലേക്ക് ഇനി ഒരു യാത്ര പോകേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും മനോഹരമായ മാഹിയാണെന്ന് അറിഞ്ഞു. പിന്നെ സുധോനൻ സാർ മേടിച്ചതുപോലെ റെഡ് വൈൻ നമുക്കും മേടിച്ച് കാണാനെങ്കിലും കൊണ്ടുവയ്ക്കാം. ആ പേരിന് തന്നെ നല്ല സുഖമുണ്ട് കേട്ടിട്ട്. പിന്നെ വേറൊന്നും ഇല്ല പറയാൻ പ്രത്യേകിച്ച്. എന്തായാലും ഒരു പുതിയ ആളിനെ കൂടി ഇതിൽ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. ഡോക്ടർ ഷീബമോൾ സാജനാണ്. നേരത്തെ ഉള്ള ഒരു മെമ്പർ ആയിരുന്നു എന്ന് തോന്നുന്നു. എങ്കിലും ഇന്നിപ്പം വന്നത് കൊണ്ട് ഞങ്ങൾക്ക് കൂടി കാണാൻ കഴിഞ്ഞു. ഈ പേര് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. രാവിലെ കാണാറില്ലല്ലോ ടീച്ചറെ. രാവിലെ 5:15 സെഷനല്ലേ ഷീബ മാം അല്ലേ അതിനകത്ത് നമ്മളെ? എനിക്ക് നല്ല ഈ പേര് ഞാൻ കേട്ടപ്പോൾ മുതൽ ഞാൻ വോയിസ് കോൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും കേറാം. മനസ്സിലായിരുന്നു. സരസ്വതി മാം പറയാറുണ്ട് ഇപ്പൊ എന്നും വൈകുന്നേരത്തിലാണ് ഷീല മാം ഇപ്പൊ വരുന്നില്ല നമ്മുടെ അടുത്തുനിന്ന്. വരാം തീർച്ചയായിട്ടും വരും. നാളെ വരുന്നുണ്ട്. നാളെ മുതൽ കേറാം. ഓക്കെ. അപ്പോ പിന്നെ വരാം. ഈവനിങ് വരണം കേട്ടോ. ഈവനിങ്ങും ഞങ്ങളുടെ സെഷനിൽ വരണേ. വരാത്തല്ല മാം, ഞാൻ യാത്രയിലായിരിക്കും. ഞാൻ ഡ്രസ് പോലും മാറാതെ വന്ന ഇരുന്നതാ ജസ്റ്റ് എല്ലാരെയും കാണാൻ വേണ്ടി. പ്രത്യേകിച്ച് ഷീല ഉഷാ മാമിനെ ഒക്കെ പിടിക്കാൻ വേണ്ടിട്ട്. താങ്ക് യു ലവ് യു സോ മച്ച്. ലവ് യു മാം. ഇത് വളരെ ഉപകാരം, വളരെ സന്തോഷം. അപ്പൊ പിന്നെ അപ്പൊ ഹസീന മാം ഭയങ്കര സന്തോഷം. 3 കഥകളും വെവ്വേറെയാണ്. ഇനി ഞങ്ങൾക്ക് വേറെ കഥ കേൾക്കാൻ താല്പര്യമില്ല. ഞങ്ങൾക്ക് ചൊവ്വാഴ്ച 7 മണിക്ക് ഹസീന മാഡത്തിന്റെ കഥകൾ കേൾക്കണം. തീർച്ചയായിട്ടും വരുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.
ആന്റണി സാറിന്റെ പട്ടികയിൽ അവരുടെ പട്ടികയിലേക്ക് ഒരു പേരും കൂടി വരും, ഹസീന MS. സെഞ്ചുറി അടിക്കും MFW മാറ്റിനി ഫ്രീ ഷീല മാം, പ്ലാറ്റ്ഫോമിൽ ഒരാൾക്കും കൂടി. ഷീല മാം, ശബ്ദ ഭാഷ സംഗമഭൂമി മാഹിയല്ല, കാസർഗോഡിനെ ഞാൻ പറഞ്ഞു. കാസർഗോഡാണല്ലേ? അവരെ നാട് കാസർഗോഡാണല്ലോ കഥാകാരൻ. കാസർഗോഡ് ഇല്ല ടീച്ചറെ, പുതുച്ചേരി, പോണ്ടിച്ചേരി ഇല്ലേ, പോണ്ടിച്ചേരി ജില്ല ആകെ 4 ജില്ല മാത്രം ഉൾപ്പെടുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് പോണ്ടിച്ചേരി. അതില് ഒരു ചെറിയ ജില്ലയാണ് ഈ മാഹി എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടുന്ന ഒരു ചെറിയ ജില്ല. അത് 10 കിലോമീറ്റർ ഒരു ചതുരശ്ര മൈൽ സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന് ഏരിയ ഉള്ളൂ. വളരെ ചെറിയൊരു പ്രദേശമാണ് ഇത്. പക്ഷെ അവിടെ വളരെ മനോഹരമായിട്ട് ഉള്ള ഒരു എന്ന് പറഞ്ഞാൽ മയ്യഴി പള്ളിയുണ്ട്, മാഹി പള്ളിയുണ്ട്, മാഹി മാതാവിന്റെ വളരെ നല്ലൊരു പള്ളിയുണ്ട്. പിന്നെ മയ്യഴിപ്പുഴ നമ്മളുടെ മലയാള സാഹിത്യത്തിലെ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത രീതിയിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു പേരാണ് മയ്യഴിപ്പുഴയുടെ തീരത്ത്. അതെ, M. മുകുന്ദൻ സാർ എഴുതിയിരിക്കുന്ന കഥയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള കഥ. അപ്പൊ അങ്ങനെ മാഹി നമുക്ക് ഇതില് കഥകളിലൂടെ നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. പക്ഷെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇത് വന്നു കഴിഞ്ഞപ്പോ ഹസീന ഇത് അവതരിപ്പിച്ചപ്പോ ആ ചെറിയ കഥയിലൂടെ ഹസീന തന്നെ അത് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് പറഞ്ഞത്. പക്ഷെ ഷീൽ ടീച്ചർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. അത് വലിയൊരു നോവലിന്റെ അല്ലെങ്കിൽ വലിയൊരു നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ഒരു പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എന്തോ ഒരു പ്രത്യേകതയുള്ള ഒരു കാര്യം പോലെ ഈ കഥ നമ്മൾ ഏറ്റെടുത്തു. ഈ മാഹി എന്നുള്ള കുഞ്ഞു പ്രദേശം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. എപ്പോഴും ഹസീനയ്ക്ക് എന്തെങ്കിലും റിഫ്ലക്ഷൻ പറയാനുണ്ടാവും. നമുക്ക് ഹസീനയിലേക്ക് പോകാം. അതെ 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 ഹസീനെ, ഈ കഥയുടെ ഒരു റിഫ്ലക്ഷനിലേക്ക് ഹസീനയെ ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് ഈ കഥയിലേക്ക് പോയത്, ഈ കഥ സെലക്ട് ചെയ്യാനുള്ള കാര്യം, എങ്ങനെയാണ് ഹസീനയിൽ ഈ കഥ സ്വാധീനിച്ചിരിക്കുന്നത്, അത് ഞങ്ങളിലേക്ക് പകർന്നു തരാൻ എന്താണ് ഒരു പ്രചോദനമായത്, ഇനിയും ഈ പ്ലാറ്റ്ഫോമിൽ വരാൻ ആയിട്ട് ഞങ്ങൾ ഇപ്പോഴും എല്ലാവരും ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഹസീന ഞങ്ങളോട് ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഹസീന. പണ്ട് ഈ കഥ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, പണ്ട് ഞാന് എന്റെ തറവാട് വീട്, അതായത് എന്റെ ഉമ്മയുടെ വീട് പെരുമ്പാവൂരാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൊച്ചിയിലാണ് താമസിക്കുന്നതെങ്കിലും ഉമ്മയുടെ വീട്ടിൽ നിന്ന് എന്റെ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെയാണ് ഞാൻ വളർന്നത്. അപ്പൊ എന്റെ തറവാട് വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അപ്പൊ എന്നും ഈ അമ്പലത്തിൽ നിന്നുള്ള പാട്ടും അതേപോലെ എന്താ പറയണ അമ്പലത്തിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ നമ്മുടെ കുടുംബം പോലെ തന്നെയാണ്, നമുക്ക് എപ്പോഴും അടുത്താണ്. അതേപോലെ തൊട്ട് നായർ ഫാമിലീസ് ആണ് ഞങ്ങളുടെ വീടിന്റെ തൊട്ട്, പാടമാണ് അതിന്റെ തൊട്ടടുത്തെല്ലാം നായർ കുറെ ഫാമിലീസ് ഉണ്ട്. അപ്പൊ അവിടെ എല്ലാ മതസ്ഥരും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അപ്പോ ഞങ്ങളുടെ പറമ്പിൽ പണിയെടുക്കാൻ വരുന്ന പണിക്കാർ മുതൽ എല്ലാവരും പല മതസ്ഥരുണ്ട്. അപ്പൊ ആ ഒരു കുഞ്ഞു പ്രദേശത്ത് ഞങ്ങൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് അന്ന് ജീവിച്ചിരുന്നതെന്നറിയോ. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അറിവ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ശബരിമല പോകുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം അത് ഉഷാനോട് പറഞ്ഞിരുന്നു, ശബരിമല പോകുമ്പോ നിറയ്ക്കുമ്പോ അതിനകത്ത് മലരും അതേപോലെ ശർക്കരയും തേങ്ങയൊക്കെ ഞങ്ങൾ വിളിച്ചു കൊണ്ടുപോയി തരുന്നത്, ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും എനിക്ക് ആ സ്മെല്ല് വരെ, അതായത് അതിനകത്തുള്ള ആ തെച്ചിപ്പൂവിന്റെ സ്മെല്ല് വരെ മൂക്കിൽ ഇപ്പോഴും അടിക്കുന്നുണ്ട്. അപ്പോ എന്താ പറയാ, നമുക്ക് നമ്മുടെ ജീവിതത്തിനോട് ഇങ്ങനെ ഭയങ്കര പതിഞ്ഞു കിടക്കുന്നതാണ് ഓരോ സംസ്കാരവും. അപ്പൊ ഞാൻ ഓരോ കഥ വായിക്കുമ്പോഴും എനിക്ക് എന്റെ ചൈൽഡ്ഹുഡിലുള്ള കുറെ മെമ്മറീസ് ആണ് എൻ്റെ ഓർമ്മ വരാറ്. അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം എന്റെ ഗ്രാൻഡ് പാരന്റ്സിനോട് ചുമ്മാ വെക്കേഷന് ഞാൻ കൊച്ചിയിൽ നിന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞു പോവുമായിരുന്നു. അന്ന് ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ പോയി നിൽക്കുന്ന സമയത്ത്, യാത്ര പറഞ്ഞ് ഞാൻ പോയ സമയത്ത്, അന്ന് എന്റെ വല്യമ്മ, അതായത് എന്റെ ഉമ്മയുടെ ഉമ്മ എനിക്കിങ്ങനെ യാത്ര പറഞ്ഞു വിടുമ്പോ അവരൊരിക്കലും ചിന്തിച്ചില്ല ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളത്. ഞാൻ കൊച്ചിയിലെത്തി, കൊച്ചിയുടെ കൾച്ചറും സംസ്കാരങ്ങളും ഒക്കെ മനസ്സിലാക്കി ഈ ആനുവൽ വെക്കേഷൻ അവിടെ പോയി നിന്നതിന് ശേഷം ഞാൻ പിന്നെ തിരിച്ചു വന്നില്ല. ഈ നാട്ടും പ്രദേശത്തേക്ക് ഞാൻ പിന്നെ തിരിച്ചു വന്നേയില്ല. എന്നും എന്നെ നോക്കി കാത്തിരിക്കുന്ന ഒരു വല്യമ്മ എനിക്കുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോ സങ്കടമാണ്. ഞാൻ പറ്റിച്ചതല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു ചെന്നിട്ടില്ല.
അപ്പോ എനിക്ക് ഓരോ കഥകളും വായിക്കുമ്പോൾ അതിനകത്ത് ഓരോ കഥാപാത്രങ്ങളും എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് കിട്ടിയ കുറെ ഓർമ്മകളായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഇതിനകത്തൊരു ദച്ചോമയെ വായിച്ചപ്പോ ഞങ്ങളുടെ വീട്ടിൽ അന്ന് പണിക്ക് വന്നിരുന്ന ഒരു കൗസല്യ ചേച്ചി ഇതുപോലെയാ. ആ ദച്ചോമയെ എനിക്ക് അതിലൂടെ കാണാൻ പറ്റി. അതേപോലെ നമുക്ക് നമ്മൾ എന്താണോ നമ്മുടെ ചിന്തകൾ, അതൊക്കെ നമുക്ക് പല ബുക്കുകളിൽ നിന്ന് വായിക്കാൻ കിട്ടും. കൊച്ചിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ പറ്റിയൊരു സംസ്കാരം, എല്ലാ സംസ്കാരവും ചേർന്നതാണ് കൊച്ചി എന്ന് പറയുന്നത്. ഫോർട്ടുകൊച്ചിയിലാണ് ഞാൻ വളർന്നത്. അവിടെ എല്ലാ സംസ്കാരങ്ങളും ഉണ്ട്. അല്ല എന്താ പറയാ, അവിടെ നമുക്കിപ്പോ കാണാൻ പറ്റിയാൽ ഗുജറാത്തികളുണ്ട്, അതേപോലെ കന്നഡ സംസാരിക്കുന്നവരുണ്ട്, തമിഴ് സംസാരിക്കുന്നവരുണ്ട്, എല്ലാ ഭാഷയും സംസ്കാരങ്ങളും, ദ്വീപുകാരുണ്ട്. അപ്പൊ പല ഭാഷയും സംസ്കാരങ്ങളും ആയിട്ട് നമ്മൾ ഇടപഴകിയത് കൊണ്ടായിരിക്കും പുതിയ പുതിയ ഭാഷകൾ പഠിക്കണം എന്നും സംസ്കാരം പഠിക്കണം എന്നും എനിക്ക് തോന്നിയത്. അപ്പോ ഓരോ ബുക്ക് വായിക്കുമ്പോഴും എനിക്കത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. കാരണം നിങ്ങൾക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടാം, ചിലപ്പോൾ നിങ്ങൾക്കും അതിനകത്ത് കുറെ ഓർമ്മകൾ പങ്കുവെക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കഥകൾ ഓരോന്നും തെരഞ്ഞെടുക്കുന്നത്. പിന്നെ ഇത് പെട്ടെന്നൊന്നും തെരഞ്ഞെടുത്തതല്ല കേട്ടോ, ഓർമ്മയിൽ വന്നപ്പോ അങ്ങ് തെരഞ്ഞെടുത്തതേ ഉള്ളൂ. സ്പെഷ്യൽ ആയിട്ടൊന്നും എനിക്ക് സമയം കിട്ടാറില്ല, അതാണ് സത്യം, കഥകൾ തെരഞ്ഞെടുക്കാനൊന്നും. കാരണം അവസാന മിനിറ്റിലാണ് ഞാൻ ഓടി ഹറിബറി ആയിട്ട് വരുന്നത്. ഇന്നെന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ സാധിച്ചതിൽ സാബു സാറിനോടും ഉഷ മാഡത്തിനോടും ഷീല ടീച്ചറോടും അതേപോലെ നിങ്ങൾ ഓരോരുത്തരും, രമാവതി മാഡം, രാജു സർ, ഷീബമോൾ മാഡം, അതേപോലെ ഡോക്ടർ സുധോധനൻ സർ, ഇന്നിപ്പോ വന്ന എല്ലാവരോടും നന്ദി പറയാണ്. കാരണം നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളും അത് എന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ട്. കാരണം അതായിരിക്കും ചിലപ്പോൾ അടുത്ത ആഴ്ചയിൽ ഞാൻ വീണ്ടും നല്ലൊരു കഥ സെലക്ട് ചെയ്ത് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ. അപ്പൊ താങ്ക് യു ഫോർ യുവർ ഗ്രേറ്റ് വേർഡ്സ്. വീണ്ടും കഥകളുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു ഹസീന, താങ്ക് യു സോ മച്ച്. എപ്പോഴും ഞാൻ ഹസീന വന്നപ്പോ തന്നെ ഷീൽ ടീച്ചറെയാണ് കേട്ടോ അന്വേഷിച്ചത്. ഇന്ന് എന്തേ ഷീൽ ടീച്ചർ നോക്കിയത്. ഷീൽ ടീച്ചർ ലേറ്റ് ആയിട്ടാണ് വന്നത്. അതുപോലെ തന്നെ ഹസീനയുടെ കഥ കേൾക്കാനായിട്ട് 7 മണിക്ക് തന്നെ ജോയിൻ ചെയ്തിരുന്നു. ജ്യോതികുമാർ സർ, അതുപോലെ തന്നെ സലിജ മാം ഉണ്ടായിരുന്നു. അവർക്ക് ഫീഡ്ബാക്ക് പറയുന്നതിന് മുമ്പ് തന്നെ പോയി. അതുപോലെ ഷാജു ജോർജ് സാർ, ഓമന ടീച്ചർ, അതുപോലെ സാബു സാറിന് അവൈലബിൾ അല്ലാന്ന് എനിക്ക് തോന്നുന്നു, ബിസി ആയതുകൊണ്ടാവും. അപ്പൊ ഇവരൊക്കെ വലിയ ഒരു ഗ്രേറ്റ് കേട്ടോ, ഡോക്ടർ ഷീബ മാം നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയാണല്ലോ, ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രധാനമന്ത്രി ഇന്ന് ഷീബ മാം. പ്രധാനമന്ത്രിയല്ല, പ്രസിഡന്റാ. ഇന്ന് മാറ്റ്നി ഫ്രീ വെബിനാറിന്റെ ഈ പ്ലാറ്റ്ഫോമിന്റെ പ്രസിഡന്റ് ഷീബ മാം. ഷീബ മാമിന് എല്ലാവിധ സല്യൂട്ടുകളെല്ലാം കൊടുത്തേക്കാം. മാം പ്രത്യേകം ഞാൻ നന്ദി പറയും കേട്ടോ, ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ. ഒരുപാട് സന്തോഷമായി, വെറുതെ പറയുന്നതല്ല, ഒരുപാട് സന്തോഷമായി മാമിനെ ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടപ്പോ. സത്യം സത്യം. ഞാന് യാത്രകളില് ഈ കഥകളും കാര്യങ്ങളും ഒക്കെ കേൾക്കാറുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ ആയിട്ടുള്ള ഫീഡ്ബാക്കും കേൾക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വന്നപ്പോ മിക്കവാറും തീരാറാവുന്ന സമയമൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. അപ്പൊ ഞാൻ വെച്ചാൽ തീരാറാവുന്ന സമയം ആയാലും കുഴപ്പമില്ല, എല്ലാരെയും കൂടെ ഒരുമിച്ചൊന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞ് കയറിയതാ. വീട് എവിടെയാ? കൊല്ലം. ഫിസിഷ്യൻ ആണോ അതോ അല്ല, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, PhD-യാ. ഏതിലാണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഞാനിപ്പോ ഓഡിറ്റില് സർ, ഫിനാൻസിന്റെ കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റില്. മുമ്പ് ഞാൻ അബുദാബിന്നാ ജോയിൻ ചെയ്തോണ്ടിരുന്നത്. അത് ശരി. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇതിൽ വരുന്നവരെല്ലാം വലിയ ആളുകളാണെന്ന് ഹസീന. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. രാവിലെ ഈ ഷീല മാമും ഉഷ മാമും കൃത്യമായിട്ട് ഒരു 2 ആഴ്ച വന്നു. ഞങ്ങൾ ഇനിയും വരും. 2 മാസം അല്ലെ വരും, ഇനിയും വരുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് കാണാതായി. ഞങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ കയറിയാലും അത് കൂതറയാക്കിയിട്ട് ടൂർ പോകേണ്ടതായിട്ട് വന്നേ, അത് കഴിഞ്ഞപ്പോ സുഖമില്ലാതായിപ്പോ, അതുകൊണ്ടാ പിന്നെ കേറാൻ പറ്റാതായിപ്പോയ. തീർച്ചയായിട്ടും കേറും, ഞങ്ങൾ വരും. കാരണം ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. സൗഹൃദങ്ങൾക്കാണേലും ഒരുപാട് വില കൽപ്പിക്കുന്ന ബന്ധങ്ങൾക്ക് ഒത്തിരി സന്തോഷം മാം. ഞങ്ങളെ ഞാൻ പറയും, പിന്നെ ഷീല മാം ഇപ്പം വൈകുന്നേരത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഞാൻ പറഞ്ഞു അത് ഞാൻ കാണാറുണ്ട്, മറന്നുപോകാൻ ചോദിക്കാന്ന് പറഞ്ഞു. വരാം. പിന്നെ സന്തോഷം,
നമ്മളെയൊക്കെ ഓർക്കുന്നതിൽ സന്തോഷല്ലേ ഉഷേ? പിന്നുണ്ടല്ലോ സ്നേഹത്തോടെ കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു. അതുപോലെ ഹസീന ഇന്നെനിക്ക് ഞാൻ ആ കേറുന്ന സമയം ആയപ്പോഴത്തേക്ക് ഒരു ഗസ്റ്റ് വന്നു. അതുകൊണ്ട് ഞാൻ ഉഷയ്ക്ക് ഒരു മെസ്സേജ് ഇട്ടു, ഞാൻ കേറും. പിന്നെ എനിക്ക് ഈ കഥ കേൾക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു, ഇപ്പൊ ജോർജ് സാറ് പറഞ്ഞതുപോലെ തന്നെ ചൊവ്വാഴ്ച 7 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് പണ്ടല്ലേ ആൾക്കാർ കഥ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇപ്പൊ ഈ കഥ കേൾക്കാനായിട്ടുള്ള, അതുമല്ല ഈ എന്തെങ്കിലും ഒരു വെറൈറ്റി കഥയിൽ കാണും ഹസീനയുടെ. അപ്പൊ അത് എനിക്കിത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നാളെ ഞാൻ യൂട്യൂബിൽ അത് കേട്ടോളാം. എന്നിട്ട് അതിന്റെ അഭിപ്രായം സ്പെഷ്യലായിട്ട് തരുന്നുണ്ട്. ഓ താങ്ക് യു. അതെന്നെ. അതുപോലെ തന്നെ വിൻസെന്റ് ജോസ് സാറ് കയറിയിരുന്നു, ജ്യോതികുമാർ സാറ്, സലിജമ്മ, മോമന ടീച്ചർ, ഇവർക്കൊന്നും ഫീഡ്ബാക്ക് പറയാതെ തന്നെ അവർ പോയി. എന്നാലും അവർക്ക് എല്ലാവർക്കും എന്റെ ഞാൻ ഹസീനയുടെ പേരിലും അതുപോലെ നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി പറയുന്നു. എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഹസീന ജീവിതത്തിന് എല്ലാ കഥകളിലും ഹസീനയുടെ ജീവിതത്തോട് സാദൃശ്യമുള്ള അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങളോട് സാമ്യമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും. അതും ഹസീന തന്മയത്വത്തോടു കൂടി നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. എപ്പോഴും ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ചമയങ്ങളില്ലാത്ത ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഹസീന. എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന വെച്ചാൽ ഇപ്പൊ ഷിബ മാം പറഞ്ഞപ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമ്മൾ ഒരു പുഞ്ചിരി പോലും യാന്ത്രികമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിച്ചു പോകുന്നത്. അപ്പോ ഇങ്ങനെയുള്ള വ്യക്തികളെ കാണാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ഷിബ മാം ഞങ്ങളെ കാണാൻ വന്നതിലും ഈ നല്ല വാക്കുകൾ പറഞ്ഞതിലും നമുക്കറിയാൻ പറ്റും, കേൾക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് ആ വാക്കുകൾ വന്നത്, ആ സ്നേഹം പങ്കുവെച്ചതെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇത് വളരെ റിച്ച് ആയിരുന്നു ഇന്നത്തെ ഈ സെഷൻ. എല്ലാവർക്കും ഒരുപാട് നന്ദി, പങ്കെടുത്ത എല്ലാവർക്കും. രാജു സാറിന്റെ ഒക്കെ വലിയൊരു അഭിപ്രായമായിരുന്നു വന്നല്ലേ ഷീൽ ടീച്ചറെ? രമാവതി മാം നല്ല രീതിയിൽ അവിടത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നമുക്ക് വിശദീകരിച്ചു തന്നു. വേണുഗോപാൽ സാറിന്റെ വീടിന്റെ 13 കിലോമീറ്റർ ഉള്ളു. എപ്പോഴും അതിൽ പോകും. ഞാനതിൽ പോയിട്ടുണ്ട് തലശ്ശേരിക്ക് ഒരു വട്ടം. പക്ഷെ അതിനു മുമ്പേ ചെറുതായിരുന്നപ്പോഴും മയ്യഴിപ്പുഴയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ അതിനെ മാഹിയെ സ്നേഹിച്ചു തുടങ്ങിയതാണ്. ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ ഉഷേ, ഒരു കാര്യം ഉറപ്പാണ്, ഹസീനയുടെ നേതൃത്വത്തിൽ നമുക്കൊരു മാഹി യാത്ര തീർച്ചയായിട്ടും വേണം ഹസീന. തീർച്ചയായിട്ടും പോകണം അല്ലേ ഹസീന? ശിവമം വരണം കേട്ടോ. ലീവുള്ള ഒരു സമയത്ത് നമുക്ക് പ്ലാൻ ചെയ്യാം. നമുക്ക് ഓഫ്ലൈനിൽ ഒരു ദിവസം കാണാട്ടോ. ജ്യോതികുമാർ സാറിന്റെ വീട് ജ്യോതികുമാർ സാർ വടകര, കോഴിക്കോട് ഭാഗത്ത്. വടകര അടുത്തില്ല അവിടെ അടുത്ത്. സാറിനൊന്നും ഫീഡ്ബാക്ക് പറയാൻ പറ്റിയില്ല. ഓരോരുത്തർ വിളിച്ചു വന്നപ്പോഴേക്കും ലേറ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഓമന ടീച്ചറൊക്കെ പോയി. പിന്നെ സുധോന സാറ് പേടിക്കണ്ടോ, ഞങ്ങൾ ഈ റെഡ് വൈൻ എന്നൊക്കെ ഒരു ത്രില്ലിൽ അങ്ങ് പറഞ്ഞു പോയതാ അല്ലേ ടീച്ചറെ? ഒരു ഓളത്തിലങ്ങ് പറഞ്ഞു പോയതാ. അല്ല, ഞങ്ങൾക്ക് വേണ്ട, അവിടെ പ്രദർശന വസ്തുവായിട്ട് തന്നെ വെച്ചോളൂ. ഏത് പ്ലാറ്റ്ഫോമിൽ കയറിയാലും ഞങ്ങൾ അതൊക്കെ ഉദറയായിട്ട് ഇറക്കാറുള്ളൂ. അതായിരുന്നു ഇവിടെ. സാറിന്റെ യോഗ ഉള്ളതുകൊണ്ടാണ് രാവിലെ വരാൻ പറ്റാത്തത്. PRB സാറിന്റെ യോഗ. ലാസ്റ്റിൽ അങ്ങനെ കൂട്ടിച്ചേർത്ത് എന്തിനാന്ന് അറിയാമോ? ഇപ്പൊ അതിനിടയിലൊന്നും പറഞ്ഞില്ല, അസിന മാമിനെ കൊണ്ട് നമുക്ക് മാഹിയിൽ പോവാന്ന്. അപ്പൊ നല്ല ബ്രാൻഡ് അവിടുന്ന് കിട്ടുന്നവർക്ക് അറിയാം. കൊതിപ്പിക്കല്ലേ. ഉഷേ, അത് പൊട്ടിച്ച സാധനമാ, അതിനെ ഇപ്പൊ കവറിലാക്കി കൊണ്ടുവന്നതാ. ആ കവറോടുകൂടി കൊണ്ടുവന്ന് രാത്രി കിടന്നുറങ്ങിക്കോട്ടെ എന്നോർത്തേ. സന്തോഷം സാറേ, വളരെ സന്തോഷം. കൊച്ചു കുട്ടികളെ പോലെ അത് എടുത്തോണ്ട് വന്ന് നമ്മളെ കാണിച്ചല്ലോ സാറേ, വലിയ സന്തോഷം. ഓക്കെ ഓക്കെ ഇറങ്ങുകയാണ് സർ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ ഓഫ് യു. പ്രത്യേകം നന്ദി. താങ്ക് യു.